കൈരേഖ ശാസ്ത്രം നോക്കാം. നിങ്ങൾ വളരെ ഭാവിയുള്ള മനുഷ്യൻ, നല്ല കാര്യങ്ങൾ നടക്കാനുണ്ട്. ബാബാ ഹസ്തരേഖ ശാസ്ത്രം, ഭൂതം, ഭാവി, ബാബാ. 2 രൂപ 2 രൂപ ഏതെടുത്താലും 2 രൂപ. പണ്ട് വള പൊട്ട് കമ്പനി സ്റ്റാൻഡ് റിബൺ ഏതെടുത്താലും 2 രൂപ. ഇവനെ വല്ല പേപ്പട്ടിയും കടിച്ചിട്ടുണ്ടോ? ഒന്ന് തൊള്ളവർക്കാതെ പതുക്കെ കരയണ ശവി. 10 കാശ് ഞങ്ങളുണ്ടാകണം. പാട്ട വെച്ച് മോന്നൊക്കെ പേമ്പ് തന്നെയാണ്. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെ വെക്കാം, എവിടെ വെക്കാം. ഞങ്ങളെ വെച്ചാൽ ഞങ്ങളെ വെച്ചാൽ പോലീസ് കൊണ്ടുകൊടുക്കാൻ. ഞങ്ങൾ സാറിനെ കണ്ടില്ലോ എന്ന് കരുതി ഇരിക്കായിരുന്നു. എന്താണോ നിങ്ങൾ ആശാൻ ഭരതനൊന്നില്ലേ? ശിഷ്യന്മാര് മാത്രമേ ഉള്ളോ? ആശാനൊന്നുമില്ല, ടൗണിൽ പോയിരിക്കാം. മാങ്ങ കച്ചവടത്തിന്. അയക്ക് മാങ്ങ കച്ചവടമുണ്ടോ? ഇതിരിക്കട്ടെ. എത്ര ഉണ്ടോ? കൃത്യമായിട്ടുണ്ട് സാർ. ഉണ്ടല്ലോ. ഓ പാടോ. ആ ആശ തനിച്ച ഞാൻ അവളെ ഒന്ന് സഹായിക്കട്ടെ. കുമാരി ആശ തന്റെ 2 കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ട് തന്റെ സ്വന്തം സഹോദരന്റെ നേരെ എരിയുന്ന കത്തികൾ ആഞ്ഞെറിയുകയാണ്. ദാ നോക്കിക്കോളൂ, മനുഷ്യ മനസ്സുകൾ മരവിച്ചു പോകുന്ന ഈ രംഗം ഹൃദയമിടിപ്പ് നിൽക്കാതെ കണ്ടു നിൽക്കാൻ ആർക്കും കഴിയില്ല സുഹൃത്തുക്കളെ. ഇതാ കത്തികൾ കത്തുകയാണ്. അതെ അതെ, കത്തികൾ കത്തിക്കഴിഞ്ഞു. ഇതാ കത്തുന്ന കത്തികൾ അതാ ആശ തന്റെ സ്വന്തം സഹോദരന്റെ നേരെ ആഞ്ഞെറിയുകയാണ് സുഹൃത്തുക്കളെ. എറിഞ്ഞോളൂ. ആശാനെ മോട്ടോർ ബൈക്കിൽ കാണുന്നില്ല ഇവിടെ. ചേട്ടനോടെ പോയിരിക്കോ? അറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാ നമുക്ക് പോവാം. വരുന്നപ്പോ ഇന്നലെ രാത്രി കോളൊന്നും കിട്ടില്ലെന്നാ തോന്നുന്നേ. മുഖത്ത് ഒരു ക്ഷീണവും ഇല്ല. പൂരവും കളിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള വരവാ. എടാ സിദ്ധു, എന്തോ ഒരു 25 രൂപ താടാ. എന്റെ കയ്യിലില്ല ചേച്ചി. വെറുതെ വേണ്ടടാ. അയ്യേ, എനിക്കെങ്ങും വേണ്ട. എയ്ഡ്സ് ഉള്ള കാലവാ. നീ എന്താടാ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? നിന്റെ അടുത്തുണ്ടോടാ 25 രൂപ എടുക്കാൻ? അയ്യോ, എന്റെ കയ്യിലൊന്നും ഇല്ല ചേച്ചി രൂപ. പിന്നെ ഒരു 5 രൂപ തരാം. നാളെ രാവിലെ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുമ്പോ കമലമ്മ ചേച്ചി മുമ്പിൽ വന്ന് നിൽക്കണം. നല്ല ശകുനമായിരിക്കും. എന്തോട്ടാണ് നീ നിന്ന് വിളിക്കണത്? ഒരു ശൃംഗാര രൂപണി വന്നിരിക്കുന്നു.
കത്തി എറിഞ്ഞ ആളെ കൊല്ലം നടക്കുന്നവളല്ലേ നീ? ഈ തള്ളെന്തിനാ എന്നോട് കറിയിക്കുന്നത്? എനിക്കെന്താ ചിരിക്കാൻ പാടില്ലേ? ആശേ, ആ വനജെ, ചേട്ടനോട് പോയി? ആവോ, രാവിലെ വണ്ടിയും കൊണ്ട് ഇറങ്ങിയതാ. ആ എടി വനജെ, ഒരു 10 രൂപ ഉണ്ടടി എടുക്കാൻ. 10 ഒന്നും ഉണ്ടാവില്ല, വേണേ 2 രൂപ തരാം. അതാർക്ക് വേണം? വേണ്ടെങ്കി വേണ്ട. ഓ അതെ, കിടക്കാൻ പോവാ? അല്ല, ഊണ് കഴിക്കാൻ പോവാ. അല്ലേ? അമ്മേ, ഞാൻ പോകുന്നു. ആ മോളെ ഗൗരി, നീ എന്താ ഇവിടുത്തെ മാങ്ങ ഭരതന് കൊടുക്കണ്ടെന്ന് പറഞ്ഞേ? അയാൾക്ക് കൊടുക്കണ്ട, എനിക്കിഷ്ടമല്ല. മറ്റാരേക്കാളും കൂടുതൽ കാശ് അവൻ തരും. പിന്നെ എന്താ മോളെ? കൊടുക്കണ്ട, എനിക്ക് അയാളുടെ വർത്തമാനം ഇഷ്ടമല്ല. ചേച്ചി, ചേച്ചി, എനിക്ക് സൽവാർ കമ്മീസ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിരുന്നു. വാങ്ങാൻ പൈസ വേണ്ടേ? എന്റെ അടുത്തില്ല. ഇപ്പൊ ഉള്ളതൊക്കെ ഇട്ടാ മതി. അമ്മേ, ഇന്നലെ രാത്രിയിലും ജനൽക്ക് തട്ടലും ബഹളം ഉണ്ടായി. ആ വടക്കേലെ ചെറുക്കന്മാരായിരിക്കും. ആ എന്നിട്ട് എന്തേ നീ എന്നോട് പറയാഞ്ഞേ? അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. കുറേ നേരം ബഹളം ഉണ്ടാക്കി. എന്റെ ഈശ്വര. കുഞ്ഞിലക്ഷ്മി, കഞ്ഞി കാലായോ തരാൻ? ആയെ കാണുമേ, ഇതാ വരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവം നിസ്സാരമല്ല. നോക്കാം. ഇതന്നെയല്ലേ? അതേടോ. ആ നമസ്കാരം. എന്താ പഞ്ചായത്ത് മെമ്പർ ഈ വഴിക്ക്? വെറുതെ വന്നതാ. ഈ സിറിയ കൂരിക്കാടൻ പുതിയ എസ് ഐ ആണോ? പഴയ എസ് ഐ തന്നെ, പക്ഷെ ഇവിടെ പുതുതായിട്ട് ചാർജ് എടുക്കുക. ആളെങ്ങനെയാ? ഞാൻ കണ്ടിട്ടില്ല. താൻ അറിയോടോ? പിന്നെ അറിയും. ഞാൻ പുതുക്കാടുണ്ടായിരുന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു. സാറ് കേട്ട് കാണും. പ്രാക്ക് സിറിയക്കെന്ന ഇരട്ട പേര്. പ്രാക്കോ? അതെന്തിരട്ട പേരാടോ? എവിടെ ജോലി ചെയ്താലും ആ നാട്ടുകാരുടെ മുഴുവൻ പ്രാക്ക് കേട്ട് അയാൾ അടങ്ങും. പ്രത്യേകിച്ചും പെണ്ണുങ്ങളുടെ. അപ്പോൾ ഇവിടത്തെ പെണ്ണുങ്ങൾ ഇനി സൂക്ഷിക്കണമെന്ന് അർത്ഥം. ആ എടോ നാരായണ, താനൊന്നും അവിടെ ഉണ്ടാവണം. ആരും ഇല്ലെങ്കിലേ കൂലിക്കാരൻ വന്ന ഉടനെ ചൂടാവും. ശരി സാർ. നിങ്ങളോട് പറഞ്ഞിട്ടില്ലടാ ഇവിടെ വന്ന് കളിക്കരുത്. ഇത് ഞങ്ങളുടെ വൈദ്യുതിപ്പഴപ്പല്ലേ? ചന്തയുള്ള ദിവസം മാത്രമല്ലേ ഞങ്ങൾ വരുന്നുള്ളൂ. മര്യാദ കഴിഞ്ഞിട്ട് പോകുന്നു. കൊന്നിട്ട് പോക്കെടുക്കാം. ഇന്നത്തെ ദിവസം മാത്രമേ വല്ലതും കിട്ടുള്ളൂ. ഉപദ്രവിക്കരുത്. ഇവിടുന്ന് വല്ലതും കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് റേഷൻ വാങ്ങാൻ. നിന്നോടൊന്നും പറഞ്ഞ വിചാരമുണ്ട്. നിന്റെ ആശാമ നിന്നെയും
ഇനി എന്റെ പിള്ളേരെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ മാങ്ങാ പൊടുന്ന പോലെ ഞാൻ പൂളിക്കളയും. പോന്നീ പോടാ പോടാ. നിനക്ക് വേണോടി? ഹായ്, നല്ല മണം. എവിടുന്ന കേട്ടാ? ദുബായിന്നാ? എനിക്ക് തരുവോ? കിട്ടുന്ന ഒക്കെ അവിടെ കൊണ്ടേ കൊടുത്തു. നിനക്ക് ഞാൻ വേറെ വാങ്ങിത്തരാം, പോരെ? ആശാനെ, പൂരം വരെ വളരെ മോശമായിരുന്നു കേട്ടോ. ഇന്നലത്തെ കീഴ്ക്കാടത്തെ ചന്തക്കളിയും ഗുണമില്ലാണ്ട് പോയി. ഇന്നും കൂടി വാങ്ങിയില്ലെങ്കിൽ റേഷൻ കമ്പനിക്ക് അടിക്കും. നമ്മുടെ കഞ്ഞൂടി മുട്ടും. അടിക്കാം. അടി ഞാൻ അടിച്ചോളാം, നീ മാറിക്ക്. അടി വരുന്ന മാറിക്കാൻ. എന്താടാ ഭരത, എങ്ങോട്ടൊരു സർക്കിട്ട്? എടാ നീ അങ്ങോട്ട് നാഞ്ഞടി. അയ്യോ ചേച്ചി, ബാക്കി പറയരുതേ, അർത്ഥം മാറിപ്പോ. എന്തർത്ഥം മാറൂന്ന് മനസ്സിലായില്ല. രക്ഷപ്പെട്ടു. എന്തുട്ടാ ഈ പറയണേ? അല്ല, ഞങ്ങള് റേഷൻ മേടിക്കുന്ന കാര്യം പറഞ്ഞതാ. അതെ, ഞങ്ങള് റേഷൻ. എടാ ഭരത, നീ ഈ കിട്ടുന്ന കാശൊക്കെ പട്ടണത്തിൽ മുടക്കാതെ വല്ലപ്പോഴും 25 രൂപ എനിക്കും താടാ. നിനക്ക് ഞാൻ ഡിസ്കൗണ്ട് തരാടാ. ഒന്ന് വേഗം അടിക്കണം. ഇത് ഡീസൽ വണ്ടിയല്ലേ, എങ്ങനെ ഷർട്ടാവും? പോരാത്തിന് 4 വീലേഴ്സും പണ്ടാരം. തല്ലി ഇറക്കിയ അവള് പറഞ്ഞാൽ ആരാ കൂട്ടാക്കാൻ പോണു? ഞാനത് അപ്പളേ മറന്നു. എന്നാലും അവൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? നീ അത് കള. നിനക്ക് മാങ്ങ കിട്ടുമല്ലേ വേണ്ടു. നീ എന്താ ഇത്ര താമസിച്ചത്? ഇപ്പൊ പോയി 9 വണ്ടി കിട്ടുമോ? എനിക്ക് മാങ്ങാ തരണ്ടെന്ന് നീ എന്തിനാ അമ്മയോട് പറഞ്ഞത്? ഇവിടെ വാങ്ങാൻ വേറെ ആൾക്കാരുള്ളത് കൊണ്ട്. പതിവായിട്ട് ഞാനല്ലേ വാങ്ങിക്കുന്നത്. എന്താ മാറ്റി കൊടുത്തൂടെ? കുത്തകയൊന്നും തന്നിട്ടില്ലല്ലോ. കുറച്ചുനാൾ മുമ്പ് വരെ നിന്റെ നാവിന് ഇത്ര നീളമില്ലായിരുന്നല്ലോ. 4 കാശ് സമ്പാദിക്കുന്നതിന്റെ തലക്കനായിരിക്കും അല്ലേ? ആണെന്ന് കരുതിക്കോ. നിങ്ങൾക്ക് എന്താ അധികാരം ഇത്രയൊക്കെ എന്നെ വിസ്തരിക്കാൻ? എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. ബോധ്യപ്പെടുത്തണോ? വേണ്ടി വരും. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾ ആരാ? എന്റെ നായരോ ഇത്ര അധികാരം കാണിക്കാൻ? നിർത്തണടാ. അവൾ എന്ത് പറഞ്ഞിട്ടാ പോയത്? ഒന്നും പറഞ്ഞില്ല. ഞാൻ കേട്ടു. കുറച്ചു നാളായി അവളുടെ പെരുമാറ്റത്തിലെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ഇത്? ഒന്നുമില്ല, സെന്റാ. നിനക്ക് തന്നെ അവൾക്ക് കൊടുത്തോടായിരുന്നോ? ഭരത, ഞാൻ പറഞ്ഞ 2 അവധിയും തെറ്റി. അന്ന് വാങ്ങിച്ച കാശ് ഈ ആഴ്ചയും തരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അല്പം കൂടെ നീ ക്ഷമിക്കണം. അതിന് ഞാൻ കാശ് ചോദിച്ചില്ലല്ലോ. ഞാൻ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവളുടെ ഒരാളുടെ വരുമാനം കൊണ്ട് ഇവിടെ എന്താവാനാ? ഓർക്കുമ്പോ ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല, വനജയുടെ ആലോചന എവിടം വരെയായി? ഒന്നും ആയിട്ടില്ല. ഭരത, നീ എന്നെ മറന്ന? എനിക്ക് വല്ലതും താ മോനെ. മുത്തശ്ശിയെ മറക്കാനാ? ഇത് വെച്ചോ. 5 രൂപ. 5 5. വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ. അപ്പോഴേക്ക് ഇര കുത്തിയോ? ഒരാക്കാള് കൊള്ളാമല്ലോ സാറേ. ആരാ അത്? എന്താണോ സാർ? മണി 11 ഇതുവരെ സാറിനെ കണ്ടില്ല, അതുകൊണ്ട് അന്വേഷിച്ചു വന്നാ. എന്താ കാര്യം? ഒന്നുമില്ല. 2 പ്രാവശ്യം DYSP വിളിച്ചിരുന്നു. എന്തോ അത്യാവശ്യം പറയാനുണ്ടെന്ന്. താൻ ചെല്ലി, ഞാൻ പിന്നെ വന്നേക്കാം. സാർ, ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ ആ പെണ്ണിന്റെ തന്ത? ജീവപര്യന്തത്തിൽ കിടക്കുന്ന കൊലപ്പുള്ളിയാ. ഷാപ്പിൽ വെച്ച് വഴക്കൂടി 2 പേരെ കൊന്നതിന്. എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അയാൾ പരോളിൽ വരാറുണ്ട്. വരട്ടെ സാർ. എന്തൊരു ആനമുണ്ടെന്ന് നുണയാ സാറേ തട്ടിവിട്ടത്. ആ പെണ്ണിന്റെ തന്തയെത്തിട്ട് കാലവത്തരായി. ഇവനെയൊക്കെ ആദ്യം ഒന്ന് വിരട്ടി നിർത്തിയാലേ ശരിയാവൂ. ഇല്ലെങ്കിൽ പ്രാക്ക് നമുക്കൂടി കേൾക്കും. സത്യമായി അറിഞ്ഞാലോ? ചോദിക്കും. അപ്പോഴോ? ബ്രഹ്മാവിനാണോ ആയുസിന് പഞ്ഞം? ഒരു നുണയുണ്ടാക്കാൻ ഈ കരുണാരൻ എത്ര നേരം വേണോടോ? താ
അക്ഷരേഖാശാസ്ത്രം ഭൂതം ഭാവി വർത്തമാനം ഭാഗ്യം വരൂ സാർ. രാജാവേ ആർക്കും വെക്കാം. ഇതാണ് പുള്ളി. 25 ഇതിൽ 1 വെച്ച 2 2 വെച്ച 4 4 കമ്മ്യൂണിക്കേഷൻ ആർക്കും വെക്കാം. വേഗം നിർത്തി പോയിക്കോ. എന്താ കറങ്ങിന്റെ കാര്യം? വേണ്ട, അതിനല്ലേ ഞാൻ വന്നത്. പിന്നെ പുതിയ SI ചാർജ് എടുത്തു. ആളിത്തിരി പെശക. ആരാ പുതിയ SI? ചെറിയ കൂലിക്കാർ. പ്രാക്കെന്നാ ഇരട്ട പേര്. പ്രാക്കോ? അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് നാട്ടിൽ നിന്റെ അംഗമൊന്നും വേണ്ട. ഉപദ്രവിയാണോ ആള്? അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഞാൻ പോട്ടെ. വാടോ. അമ്മേ, അമ്മേ, എന്താ ഇതെങ്ങനെ ഇവിടെ വന്നു? വേടിക്കുറ്റിയോ? ഇതെങ്ങനെ ഇവിടെ വന്നു? ആ, ഭരതനായിരിക്കും. ഭരതനോ? അയാൾ രാത്രി എന്തിനാ ഇവിടെ വന്നു? ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി മോളെ. ഞാൻ അവനോട് പറഞ്ഞിരുന്നു അയലത്തെ ചെറുക്കന്മാര് രാത്രി ഇവിടെ വന്ന് ശല്യപ്പെടുത്തുന്ന കാര്യം. അമ്മയ്ക്ക് പറയാൻ വേറെ ആരെയും കിട്ടിയില്ലേ? ഭരതനോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവൻ നമ്മുടെ... എനിക്ക് ഇഷ്ടമല്ല. നാട്ടുകാരെ കൊണ്ട് പറയിച്ചേ അമ്മ അടങ്ങും അല്ലേ? ഇവൾക്ക് എന്ത് പറ്റി? ഭരതേട്ടാന്ന് തികച്ചും പറയാത്ത ഇവളെന്താ ഇപ്പൊ അവന്റെ പേര് കേൾക്കുമ്പോ ഉറഞ്ഞു തുള്ളുന്നത്? എടാ ഉണ്ണി, പുറത്ത് വരുന്ന മൂത്രം ഒഴിക്കടാ. ഇതൊന്നും വേണ്ട വിളിക്കണേ. അതിലെ ചിലതൊക്കെ ദുബായാ. ഏത് ദുബായി ആണെങ്കിലും വേണ്ട. ഇവൻ കൊള്ളാം. പിന്നേതാ? അയ്യോ, ഇതിൽ അഡ്രസ് ഇല്ലല്ലോ. ഞാൻ നോക്കി അറിയിച്ചോളാം. കൊള്ളാൻ നോക്കി. കൊള്ളാം, പക്ഷേ തലമുടി പഴയ ഫാഷനാ. ഓ, രക്ഷപ്പെട്ടു. ആ ഒരു കുറവല്ലേ നീ കണ്ടുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ ആണല്ലോ. ഇതൊന്ന് അന്വേഷിക്കും. ഒരു 10 രൂപ എടുത്ത് പണിക്കർ കൊടുക്കും. പിന്നെ ഈ വകയിൽ ഇപ്പൊ രൂപ 100 ഇതെങ്കിലും നടന്നില്ലെങ്കിൽ തന്റെ വീട്ടിൽ നിൽക്കുന്ന ക്രാവിനെ ഞാൻ അയച്ചു. അയ്യോ, അതൊന്നും വേണ്ട, ഇത് നടക്കും. ആശാനെ ഇപ്പൊ വരാ. ഭയങ്കര ചൂടാ. ഇതൊന്ന് കുടിച്ചോട്ടെ. എടാ ഭരത, ഒരു 20 ചില്ലറേന്റെ താടാ. അതിനെന്താ, തരാലോ. കമലമ്മേ, ഇത് എടുക്കാത്ത നോട്ടാണല്ലോ. ഇന്നലെ ഇരുട്ടത്ത് ഒരു ദ്രോഹി പറ്റിച്ചതാ. ഇതാ മോനെ. വെച്ച് പിന്നെ തന്നാ മതി. ഒന്ന് വാടാ വേഗം. ഭരത, ഒരു കടം ബാക്കിയുണ്ട്. എന്ത് കടം? ഇതിന്റെ പുറത്ത് കയറ്റി എന്നെ സവാരി കൊണ്ടുവന്ന് ഏറ്റിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ പേടിച്ചു പോയി. കമലമ്മ എപ്പ വേണോന്ന് പറഞ്ഞാൽ മതി. ഞാൻ അപ്പ റെഡി. ഇപ്പൊ വേണോ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. എന്താ ഇത്ര തിടുക്കം? പതുക്കെ പോയാ പോലും. ഞങ്ങളെ പേടിയാണോ? വീട്ടിൽ ഗുണ്ടയെ എടുത്തിരിക്കുകയാണോ കാവലിന്? ഞങ്ങൾ വേണമെങ്കിൽ മാറി മാറി കാവലിരിക്കാം. എന്താ പെങ്ങളുടെ പേര്? ജോലിയോ അതോ ഇനി ഊമയാണോ? ഊമയാണെങ്കിൽ ആംഗ്യം കാണിച്ചാലും മതി. എന്തെങ്കിലും ഒന്ന് പറയുന്നേ, ഞങ്ങളൊന്ന് കേക്കട്ടെ. നിനക്കൊക്കെ എന്തിന്റെ അസുഖാടാ ശവികളെ? പോടാ, വെറുതെ കുടുംബത്തിരിക്കുന്ന പെമ്പിള്ളാരെ ഉപദ്രവിക്കാതെ. ഓ, താനാരാ പറയാൻ? ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു. വേണമെന്നേ, അവര് പോയിക്കോളും. എടാ, ഒന്ന് തലയിട്ടേക്ക. ഒന്ന് പോടാ, ഒന്ന് പോടാന്ന്. പോടാ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് പോടാം. അങ്ങോട്ട് ഞങ്ങൾ പൊക്കോളാം. നിങ്ങൾ ഇങ്ങോട്ട് പൊക്കോ. അലമ്പാ. ഇപ്പൊ തോന്നുന്നുണ്ടോ കൂടുതൽ നായരുണ്ടായാൽ കൊള്ളാമെന്ന്? ഹലോ, ടൗണിലേക്കാണെങ്കിൽ ഇതേ പോകാം. അല്ല, ഞാൻ വേണമെങ്കിൽ ഇറങ്ങി തരാം. പ്രശ്നമാക്കണ്ട. ഏതാടാ ചെക്കന്മാര്? പുതുമുഖങ്ങളാണല്ലോ. അവർ ഈ തൊടിയിലെ കേശുനായരുടെ അനന്തരവന്മാരാ. ഇപ്പൊ കോളേജ് ലീവാണല്ലോ. സിദ്ധു മുത്തു ഇവിടെ നിൽക്കാന്നാ പറഞ്ഞു. അവർ രാഗം തീർന്ന് മുമ്പിൽ കാണുമെന്ന്.
ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരുന്ന ഞണ്ണുക. ഞാനും ആശാനും കൂടി നിങ്ങൾ എവിടെയല്ല അന്വേഷിച്ചെന്നറിയാവോ? നിങ്ങൾ ആ രാഗം തീയന്റെ മുമ്പിൽ കാണുമെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ എത്ര നേരം വെച്ചാൽ അവിടെ കാത്തു നിൽക്കുക. എന്നിട്ട് ആശാൻ എവിടെ? ആശാൻ അവിടെ ഉണ്ട്. ആശാന് പാന്റും ഷർട്ടും മേടിക്കണമെന്ന്. എന്ത് ആശാന് പാന്റാ? ആ സംഗതിയുള്ള തിരക്കിടില്ല. ഇട്ട് നോക്കണോ? ഇതെങ്ങനെ? വേണ്ട വേണ്ട. നിനക്ക് എന്താ വില? തരും കേട്ടാ. 275 രൂപ. അയ്യോ നമുക്ക് മുതലാകുകയല്ല. ഒരു 150 രൂപ വരും. പറ്റുമോ? ഇവിടെ ഫിക്സഡ് പ്രൈസ് ആണ് സാറേ. വേണ്ട പടാ. ബാ. അത് എത്ര കാലമായിട്ട് ഇവിടെ ഇരിക്കുന്നതാ, കൊടുത്ത് ഒഴിവാക്കുന്നേ. സാറേ വിളിക്കണേ വിളിക്കണേ. എന്താ ഒരു 200 രൂപ തരാമോ? 175 രൂപ എന്നൊരു പൈസ കൂടുതലാണെങ്കിൽ ഉമ്മക്ക് വേണ്ട. പറ്റുമോ? ആ ശരി, കച്ചവടം നടക്കട്ടെ. ആ പോരട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്. വലിയ കടയുടെ ഷോ കണ്ട് കയറിയ അവന്മാർ നമ്മളെ പറ്റിക്കും. ഇതുപോലെ ചെറിയ കടയാണെങ്കിൽ നമുക്ക് വിലയും പേശാം, നല്ല സാധനവും കിട്ടും. മനസ്സിലായി? മനസ്സിലായി. മനസ്സിലായോ? മനസ്സിലായി. വേഗം ബാക്കി. ആ ഏതായാലും ഒന്ന് കുശാലായി. പോട്ടടാ. ആശാനോടൊന്ന് പറയണേ. എന്താടാ ക്യാമറ കാണണം? ഞങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഒരാശയല്ലേ ആശാനെ? അതെന്താണെന്ന് അറിയാൻ. ആശാനെ ഇതിന്റെ അകത്ത് മുഴുവൻ ഇരുട്ടാണല്ലോ. അതെ, ഇന്റർവ്യൂലായി കാണും, അതാ ഇവിടെ ആളില്ലാത്തത്. ആ മുഴുവൻ ലൈറ്റിന്റെ കളിയാണല്ലോ. പെർ ഹെഡ് 40 rupees. വാട്ട്? ഒരാൾക്ക് 40 രൂപ. ഓൾ റൈറ്റ്. 4 പേർക്ക് 160 രൂപ. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഞങ്ങൾക്കും അറിയാടോ. പൈസ ആദ്യം കൊടുക്കണം. എന്തിനാ ഞങ്ങൾ തരാതെ ഓടിപ്പോവോ? ഇല്ല സാർ, അതാണ് ഇവിടുത്തെ രീതി. എന്നാ ഇപ്പൊ കാണണ്ട പുല്ല്. വാടാ. ഏതായാലും കൊടുത്തേ പറ്റൂ. ഇപ്പഴേ കൊടുത്തേ ആശാന്. വന്നതല്ലേ ആശാനെ? എത്ര? 160 രൂപ അല്ലേ? ആശാൻ തരും, മേടിച്ചോ. ആശാൻ കൊടുത്തേ കൊടുക്കുന്നത്. മനജേ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ചേട്ടൻ ഇനി പാന്റ് ഇട്ടാ മതി. നീ എന്നെ കളിയാക്കണോ? അല്ല, നന്നായിരിക്കുന്നു. പിന്നെ കുറച്ച് ടൈറ്റ് കൂടി പോയോന്ന് സംശയം. ബാഗി എപ്പോഴത്തെ ഫാഷൻ. ബാഗ്? അതെന്താണ് ബാഗ്? നിനക്കേ ഒരു സാരി വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ പെണ്ണ് കാണാനുണ്ടെങ്കിൽ ഏതായാലും നല്ലതൊരെണ്ണം വാങ്ങണം. അപ്പോഴവിടെ വിചാരിച്ചു. നല്ല സാരി എനിക്ക് ആവശ്യത്തിനുണ്ടല്ലോ. ഉണ്ട്, എന്നാലും നല്ല കാര്യത്തിനെല്ലാം നല്ലതാവണ്ടേ? ആ ഇന്നലെ നല്ല പരുവത്തിലായിരുന്നു ചേട്ടന്റെ വരവ്. കാല് ശരിക്കും നിലത്തുറച്ചിരുന്നില്ല. 100ന്റെ 200ന്റെ ബില്ലുകൾ പോക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടടി ചേട്ടന്. നിനക്കിത് എന്ത് തോന്നി വരതാ? അല്ല, ഇനി പാന്റ് ഇട്ടില്ല എന്ന് വെച്ചൊരു കുറവ് വേണ്ട. മുണ്ടൊക്കെ പഴഞ്ചനാണെന്ന് ചിലർക്കൊക്കെ തോന്നി തുടങ്ങി. ഭരതമ്മാമ്മയുടെ പാന്റിന് എത്ര കീശയാ? 3. ഈ പാന്റ് പഴയതാകുമ്പോ എനിക്ക് തരുമോ? എന്തിനാ? അമ്മയ്ക്ക് സ്റ്റീൽ പാത്രം വാങ്ങാനാ. എന്റെ പാന്റ് ഷർട്ടും ഒക്കെ കൊടുത്ത് അമ്മ സ്റ്റീൽ പാത്രം വാങ്ങി. ഇങ്ങോട്ട് പാടാസത്തെ. ആ സംസാരത്തിനിടയ്ക്ക് വന്ന കാര്യം വിട്ടുപോയി. മാങ്ങയുടെ പൈസ വേണ്ടേ? 2 ദിവസം കഴിയുമ്പോൾ ആള് വരും മാങ്ങ പറിക്കാൻ. അല്ലേ? വാടാ. കീറിയതാ. പോടാ അവിടുന്ന്. ഞാനെന്ത് ചെയ്യണം? വണ്ടിക്കൊണ്ട് പോടാ. ഇതാ ഞാൻ പറയുന്നത്. വലിയ കടയാവുമ്പോ പഹയന്മാര് നമ്മളെ പറ്റില്ല. കടയാവുമ്പോ നമുക്ക് വിലയും പേശാം. ഇങ്ങനെ നടുവേ വെച്ച് കീറുകയും ചെയ്യാം. അവിടെ ഒന്ന് വെള്ളം കണ്ടു. എന്റെ മുടിഞ്ഞു വന്നേ. എന്നാലും ഒരു പെണ്ണിന്റെ ചിരി കാണാൻ വേണ്ടിയിട്ട് 175 രൂപ മുടക്കുക, എന്നിട്ട് ഡ്രസ് എടുക്കുക,
അത് കീറുക, അവളുടെ മുമ്പിൽ നിന്ന് ചമ്മുക. എടാ കൊച്ചു കഴിവടമാനെ, പെൺവേഷം കെട്ടിയ ഒരുത്തനെ തൊടാൻ വേണ്ടി നീ എല്ലാം കൂടെ എന്റെ 160 രൂപ വലിപ്പിച്ചു. അതിലൊന്നും ആർക്കും ഒരു വിഷമമില്ല. എനിക്കൊരു അബദ്ധം പറ്റി, സമ്മതിച്ചു. അതിങ്ങനെ ഇടക്കിടക്ക് എടുത്തു പറഞ്ഞ് നീയെ കൂടെ ഞെളിയണതിനാടാ. വേലിപ്പത്തിലെ സാരി ചുറ്റിയതായാലും മതി നിനക്ക്. അതുകൊണ്ടാണല്ലോ എരുമയെക്കാളും ഘട്ടമായ ഒരെണ്ണത്തിന് വീട്ടിൽ വളർത്തുന്നത്. എരുമയാണെ പാലയിലും കിട്ടും, ഇത് അതുമില്ല. അനലക്ഷം വേണ്ട, സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിച്ചു, ഇനി മിണ്ടില്ല. എടാ, എനിക്ക് അവളെ ഇഷ്ടമാ. അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല. അവൾ എന്ത് പറഞ്ഞാലും ശരി, അവളെ എനിക്ക് മറക്കാൻ ഒക്കില്ല. കാരണം ഒരു 4 നാളായി എന്റെ ഉള്ളിൽ തീയാണ്, കഥ 4 പേരറിഞ്ഞു പോയാൽ പാടാണ്. മുടിയീറനോടെ തുമ്പു കെട്ടി പൂവെച്ച് അവൾ തേടിയെത്തും നാളു നോക്കിയിരിപ്പാണ്. ഒരു 4 നാളായി എന്റെ ഉള്ളിൽ തീയാണ്, കഥ 4 പേരറിഞ്ഞു പോയാൽ പാടാണ്. മുടിയീറനോടെ തുമ്പു കെട്ടി പൂവെച്ച് അവൾ തേടിയെത്തും നാളു നോക്കിയിരിപ്പാണ്. പുഞ്ചിരിപ്പൂം ചുണ്ടിലെ കൊല്ലമല ചെണ്ടുമായി ഇന്നലെ എൻ സ്വപ്നത്തിൽ വന്നവള്. പുഞ്ചിരിപ്പൂം ചുണ്ടിലെ മുല്ലമല ചെണ്ടുമായി ഇന്നലെ എൻ സ്വപ്നത്തിൽ വന്നവള്. ഒരു കാര്യം ചൊല്ലാം പൊന്നെ ചങ്ങാതി, കളിയായിരെങ്ങും ആരോടും നീ ചൊല്ലാതെ. മുടിയീറനോടെ തുമ്പു കെട്ടി പൂവയ്ക്കും അവൾ 4 മണിപ്പൂവ് പോലൊരു പെണ്ണാണ്. അവൾ 4 മണിപ്പൂവ് പോലൊരു പെണ്ണാണ്. താമരപ്പൂം കണ്ണിലെ താരകളാം കന്യകൾ കാലമേന്തി എന്നെ നോക്കി പുഞ്ചിരിച്ചല്ലോ. താമരപ്പൂം കണ്ണിലെ താരകളാം കന്യകൾ കാലമേന്തി എന്നെ നോക്കി പുഞ്ചിരിച്ചല്ലോ. ഒരു കാര്യം ചൊല്ലാം പൊന്നെ ചങ്ങാതി, കളിയായിരെങ്ങും ആരോടും നീ ചൊല്ലാതെ. തിരിയേഴുമിട്ട വിളക്കിന്റെ ചേലോടെ കരളിൻ വാതിലിൽ വന്നെന്നെ നോക്കി നിൽപ്പാണ്. ഒരു 4 നാളായി എന്റെ ഉള്ളിൽ തീയാണ്, കഥ 4 പേരറിഞ്ഞു പോയാൽ പാടാണ്. മുടിയീറനോടെ തുമ്പു കെട്ടി പൂവെച്ച് അവൾ തേടിയെത്തും നാളു നോക്കിയിരിപ്പാണ്. അവൾ തേടിയെത്തും നാളു നോക്കിയിരിപ്പാണ്. ലലലാ ലലാ 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 ലലാ. എങ്ങനെ വെക്കാം? വെറുതെ കരഞ്ഞിട്ട് വല്ല കാര്യമാണ് അച്ഛനെ, നോക്കി കളിക്കണ്ടേ? പടത്തിന ഭയങ്കര തിരക്കാണല്ലോ, ഞാനൊന്ന് നോക്കട്ടെ. എത്രണ്ണോ?
ഒന്ന് മറികാശനെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ട്. ഓ, പിന്നെ നമ്മളെ നാട്ടുകാരിലെ ആചാരം. രണ്ട്. ഓ, ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ആയതുകൊണ്ട് കിട്ടിയതാ. പൈസ കുടിക്കാൻ കളറ് സോഡ സർബത്ത് ചായ എന്താ ഒന്നും വേണ്ട. പടം കൊള്ളാൻ കേട്ടോ. വിജയകാന്ത് കലക്കിയിട്ടുണ്ട്. 4 സ്റ്റണ്ടും 3 പാട്ടുണ്ട്. ഞാനൊന്നല്ല സെക്കൻഡ് കയറി. എന്താ കരുണാകരൻ ചേട്ടൻ നമ്മുടെ ഫ്രണ്ടാ. അപ്പൊ വരാന്നേ ഓഹോ, നീയാണോ ഭരതൻ? പുതുക്കാട് ഉത്സവത്തിന് മുച്ചീട്ട് കളിച്ചോണ്ടിരുന്ന ഇവനെ എന്റെ കൈ കിട്ടിയതാ. അന്നിവൻ രക്ഷപ്പെട്ട് വന്നു. എടോ കരുണാകരൻ സാർ, ഇവരോട് സ്റ്റേഷനിലേക്ക് വരാൻ പറ. ശരി സാർ. വണ്ടി വിട്. പറഞ്ഞു കേട്ടല്ല, അങ്ങോട്ട് വന്നേക്കണം കേട്ടാ. എന്താടോ ഇവിടെ ആശാൻ വന്നില്ലേ? അകത്തുണ്ട്. ജാമ്യം എഴുതിക്കൊണ്ടിരിക്കുക വക്കീല്. ആർക്കെങ്കിലും കിട്ടിയോടാ? എനിക്കൊന്ന് കിട്ടി ഇവിടെ. ഞാൻ ഡബിൾ മീനിങ് ഒരു കാച്ചി പുള്ളിക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. അതായി ഇവിടെ പൂശിയെ. അപ്പോഴും വക്കീലത്തെ വന്നതുകൊണ്ട് സാമ്പിളെ തിന്നു. ഇല്ലെങ്കിൽ മോഷണവും പിടിച്ചോറിയൊന്നും നടത്തില്ലോ സാറേ. പിന്നെ എന്തിനാ ഈ അറസ്റ്റും ജാമ്യവും ഒക്കെ? 10-250 രൂപ വക്കീലിന് കൊടുക്കണം. കോടതിയിലെ പിഴ വേറെ. വല്ലപ്പോഴല്ലേ ഉള്ളൂ, കുറച്ച് പിഴ കൊടുക്ക്. ഞങ്ങളൊന്ന് കുലുക്കി കുത്തിയാൽ അത് കുറ്റം. സർക്കാരിന് കുലുക്കി കുത്താം. ABCD സീരീസിൽ അവർ 1 രൂപയ്ക്ക് 1 ലക്ഷം കൊടുക്കുന്നു. ഞങ്ങൾ 1 രൂപയ്ക്ക് 2 രൂപ കൊടുക്കുന്നു. അതെ, അവര് കറക്കി കുത്തുന്നു, ഞങ്ങൾ കുലുക്കി കുത്തുന്നു. നിങ്ങൾ ഞങ്ങളെ കുലുക്കാതെ കുത്തുന്നു. താങ്ക്സ്. വരട്ടെ. അപ്പണി ഇവിടെ കൂലിക്കാരൻ എന്ത് പറഞ്ഞടാ? പുതുക്കാട്ട് വെച്ച് എന്നെ കിട്ടാത്തതിന്റെ തരിപ്പ് ഇതുവരെ മാറിയിട്ടില്ലെന്ന്. ഇനി കൈ കിട്ടുമ്പോ കണക്ക് തീർത്തോളാം. നീ എന്ത് പറഞ്ഞു? അറിയിച്ചാ മതി, സൗകര്യം പോലെ വന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. അല്ല എന്താ? പോടാ പോട്ടെ. ഏതാടാ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ കൂടെ കണ്ട ആ പെണ്ണ്? ഗൗരി, ലക്ഷ്മി മേഡം മോള്. ഓ, നിന്റെ. എന്താ ചോദിക്കാൻ കാരണം? അല്ല, എസ് അവളെ കണ്ടെന്ന് തോന്നുന്നു. എന്നോട് തിരിച്ചു മറിച്ചും ചോദിച്ചു. അവളേതാ? നിന്റെ ഭാര്യയാണോ, പെങ്ങളാണോ, ലവ് ആണോ, അതോ വേറെ വല്ല? ആളെ മനസ്സിലാകാത്തോണ്ട് ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. പൂരിക്കാടന്റെ കണ്ണ് അവിടം വരെ എത്തിയല്ലേ? ഇത് അധികം നാൾ നിൽക്കില്ലടോ. 3-4 എൻക്വയറി പെൻഡിങ്ങിലാ. ഒന്നുകിൽ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ ഉറപ്പാണ്. ആ, കൂരിക്കാടനില്ലേ? അകത്തുണ്ട്. ഡോക്ടർ എന്താ SI ആയിട്ട്? കൂലിക്കാരനല്ലേ, ഡോക്ടറെയൊക്കെ പരിചയം കാണും. എപ്പോഴാ ഒരു DNCയുടെ ആവശ്യം എന്ന് പറയാൻ പറ്റുമോ? DNC അതെന്താ? അത് നിനക്ക് പ്രായപൂർത്തിയാവട്ടെ, എന്നിട്ട് പറഞ്ഞ് ഓ, മനസ്സിലാക്കി. ശരി ശരി ശരി. ആ, വേഗം ചെല്ലേ. വെട്ടുകാട് കളച്ചന്തേ ചെന്ന് 4 കാശുണ്ടാക്കാൻ നോക്ക്. അങ്ങോട്ട് തന്നെയാ പോകുന്നേ. വെട്ടുകാട് ഏതായാലും ഇവിടത്തെ ഏമാന്റെ അധികാര പരിധി പെടുകയല്ലോ. അവിടെ വേറെ ആമ്പിള്ളേരാണല്ലോ SI ആയിട്ടിരിക്കുന്നത്. വേടാ, ഞങ്ങൾ വരട്ടെ സാറേ. ഞങ്ങൾ വരട്ടെ. പണിക്കരോട് വിവരം പറഞ്ഞേക്കാം. വരട്ടെ. എന്നാ അങ്ങനെ ഇങ്ങനെയുണ്ടോടാ ചെറുക്കൻ? കൊള്ളാം. 4 പേരോട് അളിയനാണെന്ന് പറയാൻ ഒരു അന്തസ്സുണ്ട്. ഉഗ്രൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്കോടി പറയടി. തലമുടിയുടെ ഫാഷൻ വല്ല കുഴപ്പമൊന്നുമില്ലേ? ആണോ? പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിരകാലമായി നിങ്ങൾ ഏവരും കാത്തിരുന്ന കിങ്സ് കാർണിവൽ ഇതാ വരികയായി. ഏപ്രിൽ 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ പ്രദർശനം ആരംഭിക്കുന്നു. കിങ്സ് കാർണിവൽ. കിങ്സ് കാർണിവൽ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിവിധ ഇനം കലാപരിപാടികളുമായി എത്തുന്നു. കിങ്സ് കാർണിവൽ. കിങ്സ് കാർണിവൽ ഏപ്രിൽ 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ നിങ്ങൾ കാണാൻ കൊതിച്ചിരുന്ന കാത്തിരുന്ന കാർണിവൽ കിങ്സ് കാർണിവൽ. കിങ്സ് കാർണിവൽ ഏപ്രിൽ 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ കാർണിവൽ. കിങ്സ് കാർണിവൽ. കിങ്സ് കാർണിവൽ. കാർണിവലോ? എന്തോട്ട് കാർണിവലാ? ഇവിടെ ഇവന്മാര് എന്ത് കാണിക്കാനാ? നമ്മൾ തന്നെ ഇവിടെ പാടുപെട്ടിട്ട് ഒരു കോപ്പും കിട്ടണില്ല. ഇവന്മാര് കുറെ ഒലത്തും. ഇങ്ങോട്ട് പാടോ.
ഒന്ന് വേഗം കുറഞ്ഞിടാ. നാളത്തെ ചന്തയ്ക്ക് കോയമ്പത്തൂർ എത്തിക്കണ്ട, ഇല്ലെങ്കിൽ അബ്ദുള്ള കൂടി സൂപ്പുണ്ടാക്കും. വാടകയിട്ട് എല്ലാ കലാശങ്ങൾക്കും നാട്ടിലേക്ക് തിരിച്ചുകൊണ്ട് ആകാശത്തിന്റെ ഭരണകൂടിയും അടുത്ത പ്രദർശനങ്ങളിൽ കാണുവാൻ വിവരമായി ലഭിച്ചത് പ്രതിഭാശാലികളുമായ മോട്ടോർസൈക്കിൾ ചാമ്പ്യന്മാരും പ്രാദേശിക ചാമ്പ്യന്മാരും എട്ടടക്കം പങ്കെടുത്തുകൊണ്ട് കളിക്കുന്ന ആകാശത്തിന്റെ ഭരണകൂടി പ്രവേശിക്കുന്നതിനായി അടുത്ത കാണുവാൻ ടിക്കറ്റുകളുടെ ബുക്കുമോട് വിവരമായി ലഭിച്ചത്. മോട്ടോർ ഓടിച്ച അതേ മാന്ത്രികൻ ആലപ്പി രാജ്യോത്സവം നയിക്കുന്ന രാജ മജിക്ലാന്റെ പ്രദർശനം കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കലാസ്നേഹികളും വേഗം വേഗം ടിക്കറ്റുകൾ കരസ്ഥമാക്കി ഞങ്ങളുടെ അടിപ്പോറിയത്തിലേക്ക് പ്രവേശിക്കൂ. മഞ്ഞും മാമലകളും മഞ്ഞുട്ടി പക്ഷികളുടെ നടുവിൽ നിന്ന് വളർത്തിയെടുത്ത ഈ പനിനീർ പുഷ്പത്തിന് നറുമണമുണ്ടെങ്കിൽ ആസ്വദിച്ചു, ഇല്ലെങ്കിൽ വലിച്ചെറിയൂ. ചരിത്രങ്ങളുടെ കൽപ്പാടുകളുടെ വെള്ളാരം വാടകളുടെയും എണ്ണത്തിൽ പടങ്ങളുടെയും വാക്കത്തമ്മമാരുടെയും കറുത്തമ്മമാരുടെയും നാടായ ചെറുശ്ശേരിയുടെ രാജാങ്കണ തെരുവുകളിൽ സപ്തവർണ്ണങ്ങളാൽ ചാലിച്ചെഴുതിയ ഒരു ഇതിഹാസമായി മാറിയ രാജാ മാജിക് ലാൻഡ്. റെഡിലേക്ക് റെഡ് അതിനെ ബ്ലൂ വൈറ്റ് ഗ്രീൻ ആനകാലി, മയിലുകാലി, ഒട്ടകങ്കാലി, കഴുതകാലി, കഴുതപ്പുലികാലി. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കാം, എവിടെയും വെക്കാം. വെയ് രാജാവേ, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെ വെക്കാം, എവിടെയും വെക്കാം. കാളമെല്ലാം കാലിയാണല്ലോ. അതിന് ആൾക്കാരൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നു, ഇപ്പൊ തന്നെ പോയുള്ളൂ. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. വെച്ചോ, ഞങ്ങളൊക്കെ ഒരു കമ്പനിയാണ്. വെച്ചോ, ഇതില് വെച്ചോന്ന് ഒരു പ്രശ്നമില്ല. ഇതിൽ വെച്ചോ. 5 രൂപ വെച്ച്. 5 രൂപ. ഇനിയും വെക്കാം, ഇനിയും കളങ്കാലി. വെറുതെ കാശ് കാർണിവൽ കാണാൻ പോളൂ, കൊടുത്ത കാശ് മുതലാവും. എന്റെ അമ്മയുടെ ഒരു കാർണിവൽ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കാം, എവിടെയും വെക്കാം. കഷ്ടകാലത്തിന് അരഞ്ഞാണച്ചായിട്ട് പാമ്പാവെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ദാ പാമ്പ്. കാശ് താടോ. 15 രൂപ. ഇത് കൂടി വെച്ചു. ഇനി വെക്കുന്നില്ല. ഓ ശരി. അച്ഛൻ പറഞ്ഞിട്ടാ. കൈരേഖശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം, കൈരേഖശാസ്ത്രം. എന്താടാ, ആരുമില്ലേ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലാവരും ആ കാർണിവല്ലാത്ത ഇവന്മാര് വലിയ ഓടാലി ആവുമല്ലോ. ഞാൻ കമ്മിറ്റിക്കാർ വന്ന് കരുത്തെ പിടിക്കണമെന്നെല്ലാം ചുരുട്ടിക്കെട്ട്. വാ.
എങ്ങോട്ടാ? എപ്പോ വെച്ചാലും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അറ്റാച്ച്ഡ് ബാത്റൂം പോലെ. ഞങ്ങളുടെ കൂടെ ഞാൻ വന്നാണ്ടല്ലോ, ഈ വിളക്ക് വെച്ചതിന്റെ മുഖത്ത് ആസ്തരയെ ഞാൻ കരിച്ചളയും. ആ മോന്ത കണ്ടില്ലേ, പൂവൻ കോഴി വിശ്വസിച്ചതുപോലെ കത്ത് അവിടെ കുറ്റിയിരുന്നു. ഇവിടുത്തെ ഈ പരിപാടി എന്തൊക്കെയാണെന്ന് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് അങ്ങ് വരാം. കൂട്ടിമുട്ടാൻ നമുക്ക്. ഞങ്ങൾ വയ്ക്കട്ടെ. പിന്നെ ഗുണം കാണിക്കരുത് പിന്നെ. പോകാം. നമുക്കൊന്ന് കയറി നോക്കാം. ഒന്ന് മാറിക്കേ, അറിയാൻ പാടില്ല. ഒന്ന് മാറിക്കേ, ഞങ്ങളൊന്ന് കളിച്ചു നോക്കട്ടെ. കാശ് പിടി, ടോക്കൺ കൊടു. എത്രയാ? ആകെ പറയാം, താൻ ടോക്കൺ കൊടു. 2 രൂപയാ? ആ ബോർഡൊന്ന് നോക്കാശാന്. 2 ദിവസം കൊണ്ട് കളിക്കാൻ വന്നു. 10 പറയാം. 10 വിട്. 10. എനിക്കും 10. പിടിച്ചോ, സൂക്ഷിച്ച് സൂക്ഷിച്ച്. വൈറ്റ് ബ്ലൂ 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 ബ്ലൂ. യെല്ലോ 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 യെല്ലോ. എത്ര കാശാണ് ഇപ്പൊ കളിച്ചു കളഞ്ഞത്. എന്നെ ആശിക്കണം. ഒന്നുകൂടി കാശ് ചോറ 20 രൂപ ടോക്കൺ. ടോക്കൺ എട്, ടോക്കൺ എട്. റെഡി റെഡി റെഡി. സൂയ പട്ടി പറ. ഞാൻ കളിക്കട്ടെ. പറ. യെല്ലോ പോയണ്ട. ബ്ലൂ വൈറ്റ്. കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ സൂചി എറിഞ്ഞ് കളഞ്ഞു. എന്റെ കാശ് കളിച്ചു പോയി. ഞാൻ പറഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞതാ കളിക്കണ്ട. ഇവൻ ഞാൻ പറഞ്ഞില്ല. പറഞ്ഞില്ല കളിക്കാൻ. എന്തിനാടാ കളിക്കാൻ പോയത്? ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞോടാ. നീ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. മന്ത്രികളെന്ന പേരും പ്രശസ്തിയും കരസ്ഥമാക്കിയ അറിയ മന്ത്രികൾ ആലപ്പി രാജ്യം സംഘം നയിക്കുന്ന രാജാവ് മജിക് ലാൽ കുമ്പൻ. ചരിത്രങ്ങളുടെ കൽപ്പാടുകൾ പതിഞ്ഞ കറുപ്പ്. ഇനിയും കറുപ്പ്. ഒരു കറുപ്പും കൂടെ. ഒരു ചോപ്പ്. ഇനി എനിക്കൊരു മഞ്ഞ, എനിക്കൊരു വെള്ള, എനിക്കൊരു ചോപ്പ്. പോലെ സാറേ ഒരു വെള്ള. അതെ വെള്ള. വെള്ള മാത്രം. ഡബിൾ വൈറ്റ്. വൈറ്റ് ലക്കി. ഏതെല്ലാം കൂടെ എടുത്ത് റെഡിൽ വെക്കും. റെഡ് വൺ. റെഡ് ഡബിൾ. റെഡ് ട്രിപ്പിൾ.
സംഗതി പ്രശ്നമാവും. നീ ഇതെല്ലാം കൂടെ പോയി. ഹലോ, എനിക്ക് 3 ചാൻസ് രണ്ടല്ലേ കഴിഞ്ഞുള്ളൂ. 6 പ്രാവശ്യം എറിഞ്ഞില്ലേ? ഇനി പറ്റില്ല ശനെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശിക്ഷ? 3 ചാൻസ് എന്ന് പറഞ്ഞാൽ 9 പ്രാവശ്യം എറിഞ്ഞ ഞാൻ 6 പ്രാവശ്യം എറിഞ്ഞുള്ളൂ. കളിക്കാതെ സൂചിച്ചാടോ. ഇനി പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരുത്തനും ഇവിടെ കളിക്കാൻ പോണില്ല. സൂചിച്ചാടോ. കൈയെടുക്കാൻ ഉള്ള കാശ് മാറ്റി പോടാ. ഇനി ടോക്കൺ കൊടുക്കണം കേട്ടോ. മര്യാദയിലായിട്ട് എന്താണ്? മാറിക്ക, അങ്ങോട്ട് മാറിക്ക. വെക്കോ, ഒറ്റ നടക്കാണത്. ഓരോരുത്തന്മാർ കളിക്കാൻ വന്നിരിക്കുന്നു. ധൈര്യം കൊണ്ട് എന്നെ പിടിച്ച് പുറത്താക്കടാ. നിന്നെ ഞാൻ പോയി ടോക്കന്മാർ കാശ് വാങ്ങിച്ചോണ്ടാ. ചെല്. മിസ്റ്റർ, ഒന്ന് നിക്കണേ. ഒന്നിങ്ങ് വന്നേ. എന്റെ സുമതിയേ, ഇത്രയും വലിയ കെങ്കേമനിടി ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല മോനെ, ഓരോ ഇടിക്കും ഓരോ കിൻഡലാണ് വെയിറ്റ്. എന്റെ അമ്മോ, എന്റെ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോയി. നമ്മുടെ ഭരതനാശാനെ നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല. നല്ല സ്റ്റണ്ട് കാണാം. ടോക്കൺ ഇല്ല. പിന്നെ ആയിരിക്കുന്നത് വാഴപ്പണ്ടിയാണ്. ടോക്കൺ തരാൻ പറ്റില്ല. അതിന്റെ കാരണമല്ലേ ചോദിച്ചത്. പറയാൻ സൗകര്യമില്ലെങ്കിലോ? സൗകര്യപ്പെടണമല്ലോ.
ഇല്ലെങ്കിൽ കളി നിർത്തി ഷട്ടർ ഇട്. മിസ്റ്റർ, നിങ്ങൾക്ക് ടോക്കൺ തരരുതെന്നാണ് നിർദ്ദേശം. കാരണം അറിയണമെങ്കിലേ ഭായിയോട് പോയി ചോദ്യം. ഭായ് ഏത് ഭായ്? ഞങ്ങള് കാശാണോ തരണം? ഉള്ള കളിക്കാതെ ടോക്കൺ താടോ. മര്യാദക്ക് ടോക്കൺ കൊടുക്കണോ? ടോക്കൺ അർജുനെ കാറിന് കോപ്പൊക്കെ പൊളിക്കണം. ഒരു കാര്യം പറയട്ടെ. എന്താ കാര്യം? എന്താ ആശാനെ ഇത്? നിങ്ങളെപ്പോലുള്ളവർ ഇതുപോലെ നിസ്സാര കാര്യത്തിന് വഴക്ക് കൂടിയാലോ? ഞാനില്ലേ ഇവിടെ? എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആ നേർന്നു കയറി കൈയെടുക്ക്. ആ ഇരിക്കെ. എന്താ കാര്യം? കാര്യം എന്താന്ന് പറ. അങ്ങോട്ട് ഇരിക്കുന്നേ. ആ കുടിക്കാൻ ചായയോ കാപ്പിയോ അതോ? ഒന്നും വേണ്ട. എന്തെങ്കിലും ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇയാൾ കാര്യം പറ. പറയാം. എന്താ പേര്? ഭരതൻ. എന്റെ പേര് ചന്ദ്രപ്പൻ. സ്നേഹമുള്ള ഒരു ബായി എന്ന് വിളിക്കും. 23 വർഷമായി ഞാൻ ഈ കാർണിവലിനെ ചുമക്കാൻ തുടങ്ങി. ആ വാ വാ വാ. ഇതാണ് എന്റെ മകള് റാണി. ഇതല്ലി എന്റെ ഭാര്യ. 2ാം ഘട്ടമാണ്. അതെന്തോ ആവട്ടെ. നിങ്ങൾ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അത് പറ. എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ ദയവായി സൂചിയേറിൽ പങ്കെടുക്കരുത്. കാരണം മിസ്റ്റർ ഭരതൻ, 50,000 രൂപയാണ് പൂരം കമ്മിറ്റിക്കാർക്ക് ഞാൻ തറവാടകയായി കൊടുത്തത്. പോലീസിനും പഞ്ചായത്തിനും വേറെ. 10-200 ജോലിക്കാര്, അവരുടെ ശമ്പളം, മറ്റ് ചെലവുകൾ. ഒരു ദിവസം ചുരുങ്ങിയത് 15,000 രൂപയെങ്കിലും വരുമാനമുണ്ടായാലേ ഇത് നഷ്ടമില്ലാതെ കൊണ്ടു നടത്താനാവൂ. നഷ്ടത്തിൽ നടത്തിക്കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞോ? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഭരതനെ പോലെ 3-4 പേര് വിചാരിച്ചാൽ എനിക്കിത് അടച്ചുപൂട്ടി സ്ഥലം വിടേണ്ടി വരും. മരണക്കിണർ, മാജിക് ഷോ, മിനിസു, ഇവയിൽ നിന്നും മറ്റും കിട്ടുന്ന വരുമാനം കൊണ്ട് എന്താവാനാ? സൂചിയേറാണ് കാർണിവലിന്റെ പ്രാണവായു. സൂചിയേറെന്ന് പറഞ്ഞാൽ അത് വെറും ഭാഗ്യം മാത്രമല്ല, അതൊരു പ്രാക്ടീസും കൂടിയാണ്. ഉന്നം തെറ്റാതെ എറിയാനറിയാവുന്ന ഒരാൾ വിചാരിച്ചാൽ ഞങ്ങളെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. എല്ലാ സ്ഥലത്തും നിങ്ങളെപ്പോലുള്ളവരുടെ ഭീഷണി ഞങ്ങൾക്കുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവരുമായി ആദ്യമേ സന്ധിയിലെത്തുകയാണ് ഞങ്ങളുടെ പതിവ്. പറയൂ, നമുക്ക് എങ്ങനെ ഒരു ഒത്തുതീർപ്പിലെത്താം? ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ലെങ്കിൽ എനിക്കിത് അടച്ചുപൂട്ടേണ്ടി വരും. ഒത്തുതീർപ്പിന് എന്താ വ്യവസ്ഥ? വ്യവസ്ഥ ഞാനിപ്പോ വരാം. വാ. എന്തായി ഭായി? എന്താ പറഞ്ഞേ? ഒത്തുതീർപ്പാക്കണമെന്ന്. എന്നിട്ട് അയാളെന്താ അങ്ങോട്ട് പോയത്? ആ താനെന്തായി കാണിക്കുന്നത്? ഒന്നുമില്ല. താൻ ടൗണിൽ ക്യാബറ നടത്തിരുന്ന ആളല്ലോ? ഞാൻ ലോബോ, ഫോർട്ടൂച്ചിലാ വീട്. അന്ന് ക്യാബറയായിരുന്നു പണി. ഇപ്പൊ ഇവരുടെ കൂടെ റിക്ക ഡാൻസാ. താൻ ഇതിനിടയ്ക്ക് എവിടെ പോയി? ഇത് വെച്ചോ, ഒരു പാരിതോഷികമായി കരുതിയാൽ മതി. എനിക്ക് വേണ്ട. എണ്ണി നോക്ക, പോരെങ്കിൽ പറ. എന്തിനാ എനിക്ക് കാശ് തരുന്നത്? ഭരതൻ ഇവിടെ വന്ന് എന്നെ ശല്യം ചെയ്യരുത്. എന്റെ തൊഴിലിനൊരു ഭീഷണിയാവരുത്. അതുകൊണ്ടാണ്. ഞാനൊരു ബുദ്ധിമുട്ടുകാരനാണ്, എന്നാലും ഞാനിത് വാങ്ങില്ല. സൂചി എറിഞ്ഞ് പണക്കാരനാകാമെന്ന് കരുതിയല്ല ഞാനിവിടെ വന്നത്. ഞാൻ നിങ്ങൾക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞില്ലേ? വാസ്തവത്തിൽ നിങ്ങളാണ് എന്റെ തൊഴിലിന് ഭീഷണിയായത്. ഞാനും എന്ത് തൊഴിലാണ് ഭരതൻ ചെയ്യുന്നത്? ആനമയിലൊട്ടകം, മുച്ചീട്ട്, നാടകുത്ത്, പിന്നെ ഒരല്പം മാങ്ങ കച്ചവടം. 4-5 കുടുംബങ്ങൾ കഴിയുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങളുടെ കാർണിവൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ കഞ്ഞൂടി കൂട്ടി. ആയി എന്നെ ഓർത്ത് ഉറങ്ങാതിരിക്കണ്ട. ഞാൻ കാരണം ഇത് പൂട്ടേണ്ടി വരില്ല, തീർച്ച. പിന്നെ വ്യവസ്ഥ എന്നൊക്കെ വെറുതെ ചോദിച്ചതാ. പോട്ടെ. നിക്കേ. നല്ലതായാലും ചീത്തയായാലും ഒരു തീരുമാനമെടുക്കാൻ ഞാൻ അധികം സമയമെടുക്കില്ല. ഈ പൈസ എടുത്തപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞു താനിത് വാങ്ങിക്കില്ലെന്ന്. എങ്കിലും ഒന്ന് ക്ഷമിച്ചെന്ന് മാത്രം. തന്നെ എനിക്ക് ബോധിച്ചു. ഒരു ജോലി തന്നാൽ താനത് സ്വീകരിക്കുമോ? പെട്ടെന്ന് എങ്ങനെയാ ഇതിനൊരു മറുപടി പറയാ? ധൃതിയില്ല. നാളെയോ മറ്റന്നാളോ അറിയിച്ചാൽ മതി. 10 പവന്റെ സ്വർണം, 15 രൂപ സ്ത്രീധനം, അതാ അവരുടെ ഡിമാൻഡ്. അവരുടെ യോഗ്യത വെച്ച് നോക്കുമ്പോ ഇത് കൂടുതലാണെന്ന് ഞാൻ പറയില്ല. കൂടുതലാണെന്ന് ഞാനും പറഞ്ഞില്ല. സ്വർണം അവൾക്കുണ്ട്.
കയ്യിലുള്ള കാശും ബൈക്ക് വിറ്റതും കൂടെ ചേർത്ത ഒരു 10 തയ്ക്കാം. പിന്നെയും വേണമല്ലോ കല്യാണ ചെലവ് വേറെ. എന്ന് നടത്താന്നാ അവര് പറയുന്നത്. ഈ മേടമാസത്തിലാകാന്നാ പറഞ്ഞത്. നമ്മൾ പ്രതീക്ഷിക്കാതെയും ചോദിക്കാതെയും ഒക്കെ കിട്ടുന്നതിനെയാണ് ദൈവഹത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ആശാൻ ആ ജോലി ഒരിക്കലും വേണ്ടെന്ന് പറയരുത്. തന്നെയുമല്ല, ആശാൻ ഇതിൽ നിന്നൊരു പുരോഗതി ഉണ്ടായാൽ അതിന്റെ ഗുണം ഞങ്ങൾക്കും കൂടെ അല്ലേ? അതുമല്ല ആശാനെ, വനജയുടെ കല്യാണത്തിന് കുറെ പൈസയുടെ പോരായില്ലേ? ജോലി സ്വീകരിക്കണമെങ്കിൽ ആദ്യമേ കുറെ പൈസ അഡ്വാൻസ് ആയി തരാൻ ഭായിയോട് പറയണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കല്യാണം ഭംഗിയായി സമയത്തിന് നടത്താം. തരും, തീർച്ചയായും തരും. ചോദിക്കാതെ തന്നെ അയാൾ കുറെ കാശ് തരാൻ തയ്യാറായതല്ലേ, അപ്പൊ പിന്നെ വായ്പ ചോദിച്ചാൽ തരാതിരിക്കുവോ? ഞാൻ പോയാ നിങ്ങൾ എന്ത് ചെയ്യും? അത് കൊള്ളാം, നല്ല ചോദ്യം. ആശാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഓർത്ത കാര്യം നടക്കൂ. വാ കീറിയിട്ടുണ്ടെങ്കിൽ അയാളെ ദൈവം തരും, എനിക്ക് ഉറപ്പുണ്ട്. കുറെ കാലം ആശാന്റെ കൂടെ നടന്നല്ലേ, അല്ലറ ചില്ലറ വേലയൊക്കെ നമുക്കും അറിയാം. അതൊക്കെ മതി ജീവിക്കാൻ, അല്ലേടാ? പിന്നെ ഇതാ ചോദിച്ച 10,000 രൂപയുണ്ട്. പിന്നെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞേക്കാം. മാസം 2,500 രൂപയായിരിക്കും ഭരതന്റെ ശമ്പളം. ഇന്ന ജോലിയെന്നില്ല, അറിയാവുന്ന എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. അനിയത്തിയുടെ കല്യാണത്തിന് ശേഷമേ ഞാൻ ജോലിക്ക് വരൂ. അത് ഞാൻ സമ്മതിച്ച കാര്യമല്ലേ? ശരി പറ്റേ, ശരി. ജെയിംസിനെ ഇടിച്ചവനെയാണ് നിങ്ങൾ പണം കൊടുത്ത് സ്വീകരിച്ചത്. എടേ, 3 വർഷം മുമ്പ് എന്റെ കൂടെ ഉണ്ടായിരുന്ന കുമാരനെ ഈ ജെയിംസ് ഇടിച്ച് തറപറ്റി. അന്ന് ഞാൻ ജെയിംസിനെ ഇതുപോലെ സ്വീകരിച്ചു. ഒരു രണ്ടാമൻ നമുക്കുള്ളത് എപ്പോഴും നല്ലതാ. എന്നു മുതൽ തുടങ്ങിപ്പോ ഈ പുതിയ ചിന്ത? നീ പറ ജെയിംസേ, ഭരതനെ ജോലിക്ക് വെച്ചാൽ നിനക്ക് വിരോധമുണ്ടോ? വിരോധമുണ്ടെന്ന് പറഞ്ഞാൽ ബായി വേട്ടം നിൽക്കും. അതില്ല. പിന്നെന്തിനാ ഈ ചോദ്യം? ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, അന്ന് ബായി തടഞ്ഞുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിട്ടു. ഇനി അവനെന്റെ നേരെ മെക്കിട്ട് കയറാൻ വന്നാൽ സംഗതി ആകെ വഷളാകും. പറഞ്ഞില്ല എന്ന് വേണ്ട. നീ നന്നാവില്ലടാ ജെയിംസേ. ഓ, ഞാൻ സഹിച്ചോളാം. വനജയുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു. അടുത്ത തിങ്കളാഴ്ചയാ. ഇത്ര പെട്ടെന്നോ? എല്ലാം ഒത്തുവന്നപ്പോ നടത്തിയേക്കാന്ന് വിചാരിച്ചു. ആരാ പയ്യൻ? ഞാനെന്ന് പറഞ്ഞില്ലേ, കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിയുള്ള ഒരു പയ്യന്റെ കാര്യം. അവൻ തന്നെ. എവിടെ വെച്ചാ കല്യാണം? വീട്ടിൽ വെച്ച് തന്നെ. ചെറിയൊരു പന്തലിടണം. കല്യാണക്കുറിയൊന്നുമില്ല. വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ നേരിട്ട് വിളിക്കും. നന്നായി, എല്ലാം മംഗളായി നടക്കട്ടെ. ഗൗരിയില്ലേ ഇവിടെ? അവൾ വന്നില്ലല്ലോ മോനെ. ഇത് ഗൗരിക്കാ. എന്താ അത്? ഒരു സാരിയാ. വനജയ്ക്ക് കല്യാണ സാരി വാങ്ങി കൂട്ടത് ഗൗരിക്കും വാങ്ങി വരണം. എന്താ? ഒന്നുമില്ല. ഇത് നീ തന്നതാണെന്ന് പറഞ്ഞു കൊടുത്താ അവള് വാങ്ങുമെന്നാ എന്റെ സംശയം. അവൾ ആകെ മാറി മോനെ. ഈയിടെ ഞങ്ങളോട് പോലും മിണ്ടാറില്ല. മാസം ആദ്യം ശമ്പളം എന്നെ ഏൽപ്പിക്കും. എന്തെങ്കിലും ചോദിച്ചാൽ തർക്കുത്തരമേ പറയൂ. അവളെ എന്തെങ്കിലും പറയാനുള്ള ധൈര്യം എനിക്കില്ല. 6 ജീവനാ അവളെ നമ്പി ഇവിടെ കഴിയുന്നത്. എന്നെ വെറുക്കാൻ തക്കവണ്ണം അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്ക് അറിഞ്ഞൂടെ മോനെ. ഏതായാലും ഇത് അവൾക്ക് വേണ്ടി വാങ്ങിയതാ, മടക്കി കൊണ്ടുപോകുന്നില്ല. അല്ല, നീ പുതിയ ജോലിക്ക് പോകാൻ തുടങ്ങിയോ? വനജയുടെ കല്യാണം കഴിഞ്ഞിട്ട് പോകും. വനജയുടെ കല്യാണം നിശ്ചയിച്ചു. വരന് കോപ്പറേറ്റീവ് ബാങ്കിലാ ജോലി. അവൻ നിന്നോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാ, ഇത് നിനക്കാ. ആ മോളെ, പിന്നെ എന്താ? ഒരു സാരിയുമായി വന്നിരിക്കുന്നു. ഇവിടെ ഒരു സാരി കാണാത്ത പോലെ. മനുഷ്യനായ നാണം വേണം. എന്നെ സംബന്ധം ചെയ്യാനുള്ള മോഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് പറഞ്ഞേക്കു കൂട്ടുകാരനോട്. ഓരോരുത്തർക്കും അർഹതയുള്ളതേ ആഗ്രഹിക്കാവൂ. പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ അയാൾ എന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞേക്ക്. ഞാനെന്താ അതിന്റെ വേലക്കാരനോ? നീ വേണമെങ്കിൽ നേരിട്ടെന്ന് പറ. വാനിറ്റി ബാഗും പൊക്കമുള്ള ചെരുപ്പുണ്ടെന്ന് കരുതി തട്ടാന്തോടിലെ കുഞ്ഞിലക്ഷ്മിയുടെ മോൾ അത്ര ഞെളിയൊന്നും വേണ്ട. നിന്റെ നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കും ഈ നാട്ടിൻപുറത്തിന് ചേർന്നതല്ല. ചേർന്നതല്ലേ? എന്നെ ആരും സഹിക്കണ്ട. എനിക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ തുറന്നു പറയും.
മുച്ചിട്ട് കളിക്കാരന് നാടകുത്തി എനിക്ക് യോഗ്യരല്ല. തന്റെ കൂട്ടുകാരൻ എന്നെ കാണാൻ വരുന്നോ സംസാരിക്കുന്നതോ എന്തെങ്കിലും തരുന്നതോ എനിക്ക് ഇഷ്ടമല്ല. ഗൗരി, എന്താണ് നീ പറഞ്ഞത്? മലയാളത്തിലാ പറഞ്ഞത്, മനസ്സിലായില്ലേ? ഒരുമിട്ടുള്ളത് നിന്നെ ഞാൻ തൊട്ടുപോകർ തന്നെ. കൈ ധരിക്കുന്നുണ്ടെങ്കിലേ ദേ അവിടെ ഒരുത്തി നിൽക്കുന്നില്ലേ, സ്വന്തം അനിയത്തി, അവളുടെ മേത്തയക്കും. സാമ്പാർ വെച്ച് കൊടുക്കടാ. സാമ്പാർ അവിടെ ഇത്തിരി ചോറിട്ടെ, ചോറ്. ആ അവിടെ ചോറ് ആർക്കാ? ചോറ് വേണോ അവിടെ? ആ ഇവിടെ ആർക്കാ? ഇവിടെ എന്താ വേണ്ടേ? അപ്പുണ്ണേ ചോറ് കൊടുക്കും. മതി. അമ്മ എന്ത്? കൊച്ചിനെയും വെച്ചോണ്ടകത്തിരിക്കുക, അടുത്ത പന്തിയിലിരിക്കും. ഗൗരി വന്നില്ലല്ലേ? ഇല്ല. മതി മതി, മൂത്രത്തിൽ പഞ്ചാരയാ, പിന്നെ ഭരതന് ഒഴിച്ചോണ്ട് കഴിച്ചത് മാത്രം. വേണ്ട, കുറച്ചാകാന്ന്. പായസം വേണോ? നിങ്ങൾ നല്ല ആളാ, എന്താ അങ്ങോട്ട് വരാഞ്ഞേ? ഞാൻ വരാം, തിരക്കൊന്ന് കഴിയട്ടെ. അവിടെ ഒരു തിരക്കില്ല, വാ. ഞാൻ വന്നോളാം. അത് പറഞ്ഞാ പറ്റില്ല, ഇപ്പൊ തന്നെ വരണം. ഞാൻ അവിടെ വന്നോടെ മോനെ, അതുകൊണ്ടാ. നിങ്ങൾക്ക് അവിടെ ഒരു തീണ്ടായ്മയില്ല. കമലമ്മ എന്റെ പെങ്ങളുടെ കല്യാണത്തിന് വരുന്നത് ഞാൻ വിളിച്ചിട്ടാ. അതിൽ ആർക്കെങ്കിലും നെണ്ണം ഉണ്ടെങ്കിൽ അവരെ എഴുന്നേറ്റ് പോയിക്കോട്ടെ, എനിക്കൊരു ചുക്കൂല്ല. എന്റെ അയൽവക്കായിട്ട് ഒരു നല്ല കാര്യം നടക്കുമ്പോൾ നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്കത് വിഷമം. മോൻ പോയിക്കോ, ഞാൻ ഈ കള്ളിയും കൊണ്ട് മാറിയിട്ട് വന്നോളാം. ഞാൻ വന്നോളാം. വരട്ടെ ചേട്ടാ, കൂടെ കൂടെ വരണം. അത് നീ പറഞ്ഞിട്ട് വേണം മോളെ. വരട്ടെ. Polla, polla, vaya, vaya, polla, polla, ulogama, melogama, agayama, agalama, amadi tatadiya, vaya, vaya, polla, polla, vaya, 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 vaya.
ഇന്നലത്തെ കളക്ഷൻ എത്രയാ? 16,616. പോരല്ലോ. നിങ്ങൾക്ക് വരെ ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങനെയായാൽ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആരാ അത്? ജെയിംസ് ടൗണിൽ പോയിരിക്കാണല്ലോ. നിർത്ത്! എന്തായി കാണിക്കുന്നത്? നിർത്ത്! 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 നിർത്താനാണ്! അച്ഛൻ എന്തിനാ ബഹളം കൂട്ടുന്നത്? അയാൾ അസലായിട്ട് ഓടിക്കുന്നുണ്ട്. പിന്നെന്താ? ഫാന്റാസ്റ്റിക്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? സമ്മതിച്ചിരിക്കുന്നോ ഭരത? ഇവിടെ ഓരോരുത്തന്മാരും മാസക്കണക്കിന് ചുരണ്ടിയിട്ടാ ഉരുട്ടിയെടുക്കണത്. ആരുടെ വെച്ചിട്ട് വണ്ടി എടുത്ത്? അല്ല, അതിനിപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എനിക്കൊരു അസുഖമുണ്ട്. എന്തെങ്കിലും കണ്ടാൽ അതെന്നെ ആകർഷിച്ചാൽ ഞാനൊന്നും ശ്രമിക്കാതെ വിടുകയില്ല. അതൊരു വാശിയാ. മാറി ഓപ്പൺ. അയ്യോ, എനിക്ക് പത്യമാണ്. ഞാൻ കഷായം കുടിച്ചോളാം. എന്നെ ഒന്നും ചെയ്യല്ലേ. മാറ്റടാ കൈ. കൈ മാറ്റാൻ. നീട്ടടാ കൈ. സാറേ, നീട്ടാൻ. എന്നെ തല്ലല്ലേ സാറേ, ഞാൻ ചത്തു സാറേ. എന്നെ തല്ലല്ലേ സാറേ. നീ എന്താ ജെയിംസ് ഇവിടെ ഇരിക്കുന്നത്? ബൈക്ക് ഓടിക്കുന്നില്ലേ? മരണക്കറിന് ടിക്കറ്റ് എടുത്ത ആൾക്കാർ കിടന്ന് ബഹളം വയ്ക്കുന്നു. കാലിലൊരു വേദന, കൂടാതെ ഓടിക്കാനോട് വേറെ ആളുണ്ടല്ലോ. ഓ, അത് ശരി. കാലിന് സുഖമില്ലെന്നൊക്കെ പറയുന്നത് പച്ച നുണയാ. ഇത് വലിയ പാട് തന്നെ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. വേണം സാർ, വേഷം കെട്ടിയാലേ ജനങ്ങൾക്ക് ഇഷ്ടമാവും. അല്ല, കഴിഞ്ഞില്ലേ? വേഗം ആട്ടെ. ഇയാൾ ഇവിടെ വന്നാലോ? റിക്കാർഡ് വെച്ച് വല്ല കോച്ചിങ് കാണിക്കേ. ജനം ബഹളം കൊടുക്കും. വാ സാർ, വരും പുഷ്പേ, വാ. ഇത് പാട്ടല്ല, ഞാൻ തോടും
സ്കിൽ ഗെയിംസിനാണ് പെർമിഷൻ തന്നിട്ടുള്ളത്. സൂചിയുടെ സ്കിൽ ഗെയിം ആണോ? അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. സ്കിൽ ഗെയിംസ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും സർ. സൂചി എറിയുന്നതിന് പ്രത്യേക സ്കിൽ വേണം സർ. പ്രത്യേക പരിശീലനം ഉണ്ടെങ്കിലേ അത് സാധിക്കൂ. ഈ റൈഫിളും റിവോൾവറും മറ്റും ആർക്കും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് സൂചി എറും. പിന്നെ സൂചി എറിയുന്ന ആൾ വിജയിച്ചാൽ ഞങ്ങൾ സമ്മാനം കൊടുക്കും. അതിൽ പങ്കെടുക്കുന്നതിന് ഒരു ചെറിയ ഫീസും ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കളവോ വഞ്ചനയോ ഒന്നുമില്ല സർ. സൂചിയേർ എന്താണെന്ന് താൻ എന്നെ പഠിപ്പിക്കുകയാണോ? അയ്യോ അല്ല സർ. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ഇത് ധാരാളം മതി സർ. പിന്നെ എവിടെ ചെന്നാലും ലോക്കൽ പോലീസുമായി ഒരിണക്കത്തിലാണ് ഞങ്ങൾ നീങ്ങാറുള്ളത്. അതുകൊണ്ട് ഒരിടത്ത് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പ്രശ്നമുണ്ട്. മറ്റുള്ളിടത്ത് എന്റെ അഭ്യാസവും വേലയും നടന്നിരിക്കും. ഇവിടെ നടക്കില്ല. ഇന്ന് നിർത്തണം സൂചിയേർ. സൂചിയേറോ മറ്റോ അവിടെ നടക്കുന്നു എന്ന് അറിഞ്ഞാൽ തന്റെ കാർണിവൽ ഞാൻ അടിച്ചു പൊളിക്കും. ഒന്നിനെ ഞാൻ വിടില്ല, എല്ലാത്തിനും ഞാൻ അകത്താക്കും. സർ, കൊണ്ടുപോണോ? ഇനിയിപ്പോ എന്ത് ചെയ്യും ജെയിംസേ? ആകെ പ്രശ്നമായല്ലോ. എന്തായി? സാർ എന്ത് പറഞ്ഞു? ഒരു രക്ഷയില്ല. അടുക്കുന്നില്ലല്ലോ സാറേ. ഇനി എന്ത് ചെയ്യും? നിങ്ങൾ പറയേണ്ടതുപോലെ പറഞ്ഞോ? പറഞ്ഞു. എന്നിട്ട് രക്ഷയില്ല. സൂചിയർ ഗാംബ്ലിംഗ് ആണെന്ന്. ഇവിടുന്ന് 15 കിലോമീറ്റർ ദൂരം സർക്കാർ ജീപ്പിൽ പോയി നേരം പുലരുവോളം കാശ് വെച്ച് കളിക്കുന്ന ആള് തന്നെ ഇത് പറയണം. എന്നിട്ടെന്താ? ഇന്ന് എന്നെ നിർത്തണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിർത്തിയേക്ക്. അയ്യോ സാറേ, ലക്ഷങ്ങൾ മുടക്കിയിരിക്കുക. റേഷൻ വാങ്ങാൻ വകയില്ലാത്ത ഇവിടുത്തെ പാവങ്ങളെ തന്റെ മുതൽ മുടക്കും ലാഭവും തിരിച്ചു തരണം എന്ന് പറയുന്നത് കുറച്ച് കടന്ന കയ്യാണ്ടോ? അങ്ങനെ പറയരുത് സാറേ. കുറെ കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാ. അയാള് സമ്മതിച്ചാൽ സൂചി എറിയെ തലവുത്തേക്ക് എന്ത് വേണേ ചെയ്തു. ഓഫീസർമാര് പറയുന്ന പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ നാട് എന്നേ നന്നായേനെ. ജെയിംസേ, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടുത്തെ ലോക്കൽ ആളല്ലേ ഭരതൻ, അയാളെ ഒന്ന് വിട്ടാലോ? അയാൾ പറഞ്ഞാൽ കുറെ കേൾക്കും. ഇവിടെ മുച്ചിട്ടും കളിച്ചിട്ട് നടന്ന പാർട്ടിയല്ലേ, നടക്കുന്ന കാര്യമില്ലുണ്ട് പറമ്പായി. ഒരു കാര്യം ചെയ്യേ, വായിപ്പിക്കോ, ഞാൻ ശരിയായിക്കൊള്ളാം. സാറ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ ഭാഷ കേട്ടപ്പോ ഞാൻ ആകെ വരണ്ടുപോയി. എല്ലാം കൂടെ വലിച്ചു പറിച്ച് ഓടേണ്ടി വരുമെന്നാ കരുതിയത്. അത് പോലീസ് മുറയിലൊന്ന് വരട്ടിയതല്ലേ. പിന്നെ ജെയിംസ് പറഞ്ഞപ്പോഴല്ലേ കാര്യം പിടിയിട്ടു. ഞാൻ വരട്ടെ? ശരി സാർ, കൂടെ കൂടെ വരണം. വരാം. സത്യത്തിൽ സാറ് വന്നപ്പോഴാണ് എല്ലാം നേരെയായത്. ഞാൻ വരട്ടെ? ഞാനിങ്ങോട്ട് താമസം മാറ്റിയാലോ എന്ന് ആലോചിക്കുക. എന്താ സാർ? കണ്ടില്ലേ, മുഴുവൻ പിഞ്ചുകളല്ലേ. കാര്യമൊക്കെ ഞാൻ ഏറ്റു. ഈ മുച്ചിട്ടെന്താ അവിടെ കറങ്ങി നടക്കുന്നത്? അവനിപ്പോ ഇവിടെയാ ജോലി. നിന്റെ കൂട്ടുകാരെ എനിക്കൊന്ന് ഒത്തുകിട്ടി. ശരിക്കും ഞാനൊന്ന് പെരുമാറിയിട്ടുണ്ട്. ഇനി അവരെ എങ്ങാനും ആ പ്രദേശത്ത് കണ്ടുപോയാൽ അത് അവരുടെ അവസാനത്തെ കളിയായിരിക്കും. പറഞ്ഞില്ലത് വേണ്ട. നീ പോടാ. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? നിന്നെയൊക്കെ എന്തിനാടാ ശമ്പളം തന്ന് പോറ്റുന്നത്? ആ സമയത്ത് എന്റെ എരുമയെ വാങ്ങിച്ചു വളർത്തായിരുന്നല്ലോ. കുറച്ചു മുമ്പ് നീ എന്താടാ തെണ്ടി പറഞ്ഞത്? എന്റെ പിള്ളേരെ ഇതിനകത്ത് കണ്ടുപോകരുതെന്ന് അല്ലേ? കണ്ടുപോയി നീ എന്ത് ചെയ്യോടാ പുല്ലേ? അവരുടെ മേത്തങ്ങാനോ ഒരു തുള്ളി പൂഴി വീണു എന്ന് അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിന്നെ വേലിപ്പത്തൽ പോലും കൊള്ളൂല. പൂളിക്കളയും ഞാൻ. ജീവിതകാലം മുഴുവൻ നീ വേഷം കെട്ടി നടക്കാമെന്ന് വിചാരിക്കണ്ട. എന്തെങ്കിലും ഊരുമല്ലോ, അപ്പൊ ഞാൻ കണ്ടോളാം. പോയിക്കോ, പോടാ. എടാ ലോപം, താനെന്തിനാടോ പറയുന്നത്? ഞാൻ തന്നെയല്ലോടോ പറഞ്ഞത്, അയാളെയാ. അത് ശരി, അതാ ഞാൻ ഓർക്കുന്നത്. ഈ പാവം പിടിച്ച് എന്തിനാ സാറ് വഴക്ക് പറഞ്ഞു?
മാന്യ മഹാജനങ്ങളെ, പ്രൊഫസർ സിദ്ധുവിന്റെ മഹത്തായ സർപ്പയജ്ഞം, അനേകം സർപ്പയജ്ഞങ്ങൾ നടത്തി വേൾഡിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ അനേകം മെഡലുകൾ മാറി കൂട്ടിയ ഒരാളാണ് പ്രൊഫസർ സിദ്ധു 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 സിദ്ധു. പ്രിയപ്പെട്ടവരെ, മാന്യ മഹാജനങ്ങളെ, ഇതാ ഒരു പച്ച മനുഷ്യൻ ഒരു ചില്ലുകൂട്ടിൽ ഘോര സർപ്പങ്ങളുമായി കഴിഞ്ഞുകൂടുകയാണ്. ഹൃദയമുള്ളവർ കടന്നു വരൂ, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കൂ. പ്രിയപ്പെട്ടവരെ, കടന്നൊരു മാന്യ മഹാജനങ്ങളെ, പ്രൊഫസർ സിദ്ധുവിന്റെ മഹത്തായ സർപ്പയജ്ഞം, അനേക സർപ്പയജ്ഞങ്ങൾ നടത്തി ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ മെഡലുകൾ വാരി കൂട്ടിയ പ്രൊഫസർ സിദ്ധുവിന്റെ സർപ്പയജ്ഞം ഇതാ തുടരുകയാണ്. സിദ്ധു 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 സിദ്ധു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. സമയം പാഴാക്കുന്ന എല്ലാവരും പ്രൊഫസർ സിദ്ധു ഇപ്പോൾ തന്നെ പുറത്തോട്ടിറങ്ങാൻ പോവുകയാണ്. വലിയ സർപ്പങ്ങളുടെ ഇടയിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ പുറത്തോട്ടിറങ്ങാൻ പോവുകയാണ്. നിങ്ങൾ തന്നെ തുച്ഛമായ സംഭാവനയാണ് ഞങ്ങളുടെ മെച്ചമായ ആഹാരം. എന്തിനാ മടിക്കുന്നത്? ഇങ്ങോട്ട് ഇട്ടാട്ടെ. എന്നെ അത് കൈ വെച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടാട്ടെ. ഇതൊക്കെ പാമ്പിന് അരി മേടിക്കാനുള്ളല്ലേ? ഇട്ടാട്ടെ. ആഹാരത്തിനുള്ളല്ലേ? ഇട്ടാട്ടെ. അടലി, എട്ടടിമൂർക്കൻ, ശംഖുവരയൻ, കരിമൂർക്കൻ, രാജവെപ്പാല മുതലായ ഘോര സർപ്പങ്ങളുടെ ഇടയിൽ 14 മണിക്കൂറോളം സഹവസിച്ചതിന് ശേഷം പുറത്തോട്ടിറങ്ങാൻ പോകുന്ന പ്രൊഫസർ സിദ്ധുവിനെ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കൂ. ഇന്ന് വെളുപ്പിന് 4 മണിക്ക് തുടങ്ങിയ 14 മണിക്കൂർ നേരത്തെ സർപ്പയജ്ഞം അവസാനിച്ചിരിക്കുന്നു. ഹലോ, താങ്ക് യു. ഒരു മിനിറ്റ്. എന്താണ്? മൈക്ക് വാടക 75 രൂപ, പാമ്പിൻ കൂട് 125 രൂപ പറഞ്ഞു 100 രൂപ കൊടുത്തു. പാമ്പ് ഒന്നിന് 15 രൂപ വെച്ച് 5 പാമ്പ് 75 രൂപ. ചായ, കാപ്പി, കടി, ഊണ് 75 രൂപ. ആത്തി പിടിച്ചിരുന്നേ. പോലീസുകാർക്ക് 10 രൂപ. റെക്കോർഡ് ഡാൻസ് 100 രൂപ. ആ ഉണക്കയിലേക്ക് 100 പൂവേ. റെക്കോർഡ് ഡാൻസ് കൂടുതലാണ് ഞാനാ. റെക്കോർഡ് ഡാൻസർക്കൊക്കെ ഇപ്പൊ എന്താ വാടക അറിയാവോ? വായിച്ചേ. പടക്കം 15 രൂപ, പഴയ കോട്ട് മെഡൽ വാടക 15 രൂപ, ബസ് കൂലി 18 രൂപ 60 പൈസ, ആകെ ചെലവ് 508 രൂപ 60 പൈസ, വരവ് 356 രൂപ, കമ്പനി നഷ്ടം 152 രൂപ 60 പൈസ. പടക്കം 15 പുളുവ. ഒരു 100 വട്ടം പറഞ്ഞാ വേണ്ടെന്ന് സമ്മതിക്കൂല. അപ്പൊ അവനത് പൊട്ടിച്ചേ അടങ്ങൂ. ഇപ്പൊ എല്ലാം പൊട്ടിയില്ലേ? അത് എത്രയുണ്ടാ? 30 രൂപ 60 പൈസ. ഇനി 220 രൂപയും കൂടി ഉണ്ടെങ്കിൽ ചായക്കടക്കാരൻ രാമനായരുടെ കടയിൽ നിന്ന് കടം വാങ്ങിയ 250 രൂപ മടക്കി കൊടുക്കാം. എടാ, നീ അതിനൊരു 25 രൂപ എടുത്ത് അവൾ കൊടുത്ത് ആശി കൊടുത്ത് ഒരു 100 അല്ല ഒരു 10 രൂപ എടുത്ത് ഈ പാമ്പിനും കൊടു. അപ്പൊ രാമനായർക്ക് എന്ത് കൊടുക്കും? രാമനായർക്ക് നമുക്ക് എല്ലാവരും കൂടി ഉഴുന്ന് ആട്ടി കൊടുക്കാം. എന്നിട്ട് പരത്താം. വേണ്ടേട്ടാ, നഷ്ടക്കച്ചവടല്ലേ? നീ വാങ്ങിച്ചോടി. നീ മേടിച്ചോ. കൊടു കൊടുറാ. വാങ്ങിച്ചോടാ, കൊണ്ടുപോയി ഞണ്ണിക്കാ തിന്ന്. എങ്ങനെയുണ്ടായിരുന്നില്ല സർപ്പ കച്ചവടം? ഒരുപാട് വരവുണ്ടായിരുന്നുണ്ട്. കാശ് മുഴുവൻ എണ്ണി തീർന്നിട്ടില്ല. കാലത്ത് ഒരു 8 മണിക്ക് പോതിച്ചാ മതിയോ? അയ്യോ, നമ്മള് പേടിച്ചതല്ലേ? ഞാൻ എന്താ എല്ലാരും കൂടെ പുറത്തിറങ്ങി ഓരോ കാര്യങ്ങളൊക്കെ ചേച്ചുമായിട്ട് കാര്യം പറഞ്ഞോളൂ. ആ എസ് ഐ കൂലിക്കാടൻ നിങ്ങൾ വല്ലതും ചെയ്തു? ഏയ്, ഒന്നും ചെയ്തില്ല. കള്ളം പറയുന്നു. അയാൾ എന്നോട് പറഞ്ഞല്ലോ. ആശാനെ, അയാൾ അന്ന് ഇവിടെ വന്ന് ആശാനുമായിട്ട് ഉടക്കി പോയില്ലേ? അതിന്റെ വൈരാഗ്യം ഉണ്ടായിരുന്നു അയാള്. ആ സാരല്ല, പോട്ടെ. ഇതൊന്നും പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അയാളൊന്നുമില്ല. ആ, പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ആ, ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്.
ആദ്യം നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ. സുമതി പോയിട്ട് 2 ഗ്ലാസും കുറച്ച് വെള്ളം എടുക്കുന്നു. ഇനി കുറച്ചു കാലത്തേക്ക് ആനമയിലൊട്ടാൻ കളിയൊന്നും വേണ്ട. ബൈക്ക് വിറ്റ വകയിൽ ഒരു 2000 രൂപ ബാക്കി കിട്ടാനുണ്ട്. വർഷാപ്പാരനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പുണ്ണി പോയാൽ മതി, അയാൾ തരും. മാങ്ങയുടെ കണക്കിൽ അബ്ദുള്ളക്കുട്ടിയും തരാനുണ്ട് കുറച്ച് ബാക്കി. ചന്തു ചെന്നാൽ അതും തരും. ഇതാ ഇവിടെ വെച്ചോ. ഉള്ള കടവെല്ലാം തീർത്ത് ബാക്കിയുള്ളതുകൊണ്ട് ഒരു കച്ചവടം തുടങ്ങി. തൽക്കാലം അത് മതി, ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. അതെ. ആ എന്താണ് കമലമ്മേ? ആ ഇപ്പോഴാ ഒരു കാര്യം ഓർത്തു. ബൈക്കിൽ സർക്കിട്ടിന് നടക്കൂല, ബൈക്ക് വിറ്റുപോയി. ഇനി തരപ്പെടുമ്പോ ജീപ്പിലാവാം പോരെ? ആ ഡാ കമലമ്മേ മറക്കരുത്, ഉള്ളതുപോലെ എന്തെങ്കിലും അവർക്കും. വരട്ടെ. സ്വർണ്ണകിൽറ്റുള്ള ഈ വള ഗൗരിക്ക് നന്നായി ചേരും. ശരിന്ന്, ഈ വള കുട്ടിക്ക് നന്നായിട്ട് ചേരൂട്ടാ. എന്നാ ഇത് മതി. ആ പെണ്ണുങ്ങളുടെ കയ്യെത്തൊട്ട് സൂയിക്കാതെ വളയിട്ട് കൊടുക്കാൻ നിനക്ക് അറിയില്ലല്ലടാ. നീ എന്തിനാടി നിനക്ക് നിന്ന് കൊടുത്തത്? 4 വള സ്വന്തമായിട്ടാ നിനക്കറിയില്ലേ? വടി ഗൗരി, ഗൗരി. ആയി അപ്പൊ വാൻവേ ട്രാഫിക്കിന് ഞാനൊന്ന് തൊട്ടുന്ന കാര്യം തനിക്കും തൊട്ട നഷ്ടം. തൊട്ടാലാ കൈ മാങ്ങ പൊളുന്ന പോലെ ഞാൻ പൊളിക്കളയും. കള്ള സുഹൃത്തെ, ഏതാ പെൺകുട്ടി? ഗൗരി. ഗൗരിയോ? നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണാണോ? അവരുടെ പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ. ചില സമയത്ത് അവളുടെ പെരുമാറ്റം അങ്ങനെയാ. ചിലപ്പോഴേ ഉള്ളൂ. അവളെവിടെ? കണ്ടില്ലല്ലോ. അവളിപ്പോ വരും സർ. ബായി എവിടെ പോയി? പഞ്ചായത്ത് ഇറക്കുന്ന പാർട്ടിയാ, പുറത്തൊരു ഹോട്ടലിൽ വെച്ചാ. 1 മാസത്തേക്കായിരുന്നു ലൈസൻസ്. അത് 1 മാസത്തേക്കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ബിസിനസ് ഇവിടെ പച്ച പിടിച്ചെന്ന് അർത്ഥം. തരക്കടില്ല സർ. അവൾ അവിടെ എന്തെടുക്കുവാടോ? ഡ്രസ് ചേഞ്ച് ചെയ്യായിരിക്കും. നേക്കഡ് ഡാൻസ് ചെയ്യാൻ എന്തിനാണോ ഡ്രസ് ചേഞ്ച്? അത് ശരിയാ. അതിന്റെ ആവശ്യം എന്താ? ഡോക്ടർ സാറേ, ചുമ്മാ തിന്നോണ്ടിരിക്കാതെ അല്പം ഒഴിച്ച് കഴിക്കാം. കഴിക്കുന്ന എത്ര നേരമായത് ഡ്രസ് ചേഞ്ച്. എന്താ ലോബോ? ലോബോ ഒന്ന് വേഗം വരാൻ പറയടാവോ. അകത്തിരിക്കുന്ന സാറുമാരുടെ മുമ്പിൽ നേക്ക് ഡാൻസ് ആടണം. എന്നെ കൊണ്ടാവില്ല സാർ. എന്നാലും അത് തുറന്നു പറഞ്ഞൂടെ? ജെയിംസ് സാർ ചീത്ത പറയും. ചീത്ത പറഞ്ഞാൽ തിരിച്ചു പറയണം. വായിൽ നാവില്ല നിനക്ക്. എന്താണ് അത്ര താമസം? വിളിച്ചാ കേട്ടില്ലേ? തുറന്നു പറയടോ. അവര് പറഞ്ഞ പോലെ അഴിഞ്ഞാടാൻ സാധിക്കില്ലെന്ന്. തനിക്കെന്താ അതിൽ കാര്യം? നീ പോടാ. നിങ്ങൾക്ക് തരുന്ന ശമ്പളത്തിന് തുണിയില്ലാതെ ആടണമെന്ന് ഭായ പറഞ്ഞോ? നീ അങ്ങനെ പറഞ്ഞാലും ചെയ്യരുത്. ഇവനൊക്കെ അത്രയ്ക്ക് മൂത്തെങ്കിൽ വല്ല മുള്ളുമുറിക്കലും പോയി കയറട്ടെ. എരന്ന് തിന്നാൻ വേണ്ടി ജനിച്ച കുറെ നാറികളുണ്ട്. അവനെയൊക്കെ താങ്ങാൻ കുറെ പരമനാറികൾ.
എന്താണ് വാക്ക്? ഭരത കൊന്നുകളഞ്ഞ ഭരത വേണ്ട വാ നീ വരാൻ. തേവിടിശി പ്രവൃത്തി വ്യഭിചാരം, വാക്കിലും പെരുമാറ്റത്തിലും പാതിവൃത്യം. നിന്നെ ആദ്യം കണ്ട അന്ന് ഞാൻ എഴുതി വെച്ചതാ നീ പിശകാണെന്ന്. ഒരു ഓഫീസറുടെ തോൾപ്പട്ടയിലെ സ്റ്റാർ സിംബൽ കണ്ടാൽ എനിക്ക് പറയാനാവില്ല അയാൾ DSP ആണോ DYSP ആണോ എന്ന്. പക്ഷേ ഒരു പെണ്ണിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഞാൻ പറയും അവൾ പിശകാണോ അല്ലയോ എന്ന്. സഹജവാസന, അല്ലാതെ എന്തു പറയാനുള്ളൂ. ഞാൻ എന്താണോ പറഞ്ഞത്? ഇവിടെ പറഞ്ഞാണ് സാർ. റെസ്റ്റ് ഹൗസിൽ ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു കാമുകനുമായി. എത്ര കാമുകന്മാരുണ്ടോ നിനക്ക്? എത്ര കൊടുത്തടാ ഇപ്പൊ? 200. 200? സത്യം പറയടാ. 200 സാർ. ഹലോ, അതെ സർ. സർ സർ ശരി സർ, ശരി സർ, വെക്കട്ടെ. നിന്റെ അമ്മാവൻ കേശുനായരുടെ വീട്ടിൽ നിന്നാ ഫോണ്. അവിടെ എന്റെ ഏമാൻ DYSP ഇരിപ്പുണ്ട്. നിന്നെ സൗകര്യമായിട്ടൊന്ന് തടവാന്ന് കരുതി ഇരുന്നപ്പോഴാ ഏമാന്റെ ഒരു ഒടുക്കത്തെ വിളി. ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. സാർ പടാ. നിന്നെ സഹായിക്കാൻ SP-യോ IG-യോ കുടുംബക്കാരോ ആരുമില്ലേ? ഗൗരി എവിടെ? സംഗതിയൊക്കെ വാസ്തവ. കയ്യും കളവോടെ പിടിച്ചത് ഇവിടുത്തെ റെസ്റ്റ് ഹൗസിൽ വെച്ച്. ആദ്യമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി കാമുകനും കാമുകയാന്നാ പറഞ്ഞു. ഒന്ന് വരട്ടിയപ്പോ ചെക്കൻ കൈ കഴി. ഞാൻ അത്യാവശ്യമായി നിന്നെ വിളിപ്പിച്ച് എന്തിനാന്ന് വെച്ചാൽ വലിയ കഴുകൻ പുറത്തു പോയിരിക്കുക. വേറെ ചില കഴുകന്മാർ ഇവിടെ ചുറ്റിപ്പറ്റി നടപ്പുണ്ട്. ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും ഈ പെണ്ണ് കോടതി കാണില്ല. 2 or 3 പ്രാവശ്യം തിരിച്ചും മറിച്ചും വായിച്ചാലൊന്നും ജാമ്യാപേക്ഷയിലെ വാക്കിന്റെ അർത്ഥം മാറില്ല സാറേ. എന്താ വിളിച്ചോണ്ട് പോട്ടെ? വാ ഗൗരി. കുറെ നേരമായി കരച്ചിൽ തുടങ്ങിയിട്ട്. ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു. സത്യം എന്താണെന്നുള്ളത് നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കറിയണം. പറയാൻ മനസ്സിലെങ്കിൽ ഇല്ല എന്നുള്ള ഒറ്റ വാക്കിൽ നിർത്താം. പിന്നെ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. പറയടി. കേട്ടത് മുഴുവൻ സത്യമാണ്. അച്ഛന്റെ മരണത്തെ തുടർന്ന് വേറെ ആൺതുണയില്ലാത്ത കുടുംബത്തെ ചുമക്കേണ്ട ബാധ്യത എന്റേതായി. 10ാം ക്ലാസ് പാസ്സായി എനിക്ക് ആര് ജോലി തരാൻ? 2-3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എന്റെ കൂട്ടുകാരി വഴി ഒരു ഫിനാൻസ് കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കാതെ അവിടെ ആർക്കും ജോലി ലഭിക്കില്ല. പക്ഷെ എന്റെ കാര്യത്തിലെന്തോ ഒരു വിട്ടുവീഴ്ച ചെയ്തു. പിന്നീട് അതിന്റെ വിലയായി എനിക്ക് എന്നെ തന്നെ നൽകേണ്ടി വന്നു. അതിന്റെ മുതലാളി എന്നെ നശിപ്പിച്ചു. ആ സാഹചര്യത്തിൽ എനിക്കിത് സഹിക്കേണ്ടി വന്നു. വീട്ടിലെ ദാരിദ്ര്യം, ഇല്ലായ്മയുടെ നീണ്ട പട്ടിക, പറമ്പിലെ തുച്ഛമായ വരുമാനം കൊണ്ട് എന്ത് ചെയ്യും? എത്ര നാൾ മറ്റുള്ളവരെ ആശ്രയിക്കും?
1 വർഷം കഴിഞ്ഞു നിരനിരയായി പൊട്ടിയ ഫൈനാൻസ് കമ്പനിയുടെ കൂട്ടത്തിൽ എന്റെ കമ്പനിയും പൊട്ടി. ഒരു ജോലിക്കുള്ള അന്വേഷണം വീണ്ടും തുടർന്നു. എങ്ങും കിട്ടിയില്ല. എന്റെ ശരീരത്തിന് വിലയുണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കിയ ഞാൻ അത് വീണ്ടും വിറ്റു. ഇന്നുവരെ അമ്മ പറഞ്ഞത് നേരാണ്. ഭരതേട്ടാന്ന് ഞാൻ തികച്ചും വിളിച്ചിട്ടില്ല. ഒരു കാലത്ത് ഭരതേട്ടൻ എന്നെ സ്നേഹിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. പിന്നീട് അതിലേറെ വെറുക്കാനും കൊതിച്ചു. അതിനുവേണ്ടി ഭരതേട്ടനോട് വളരെ മോശമായി ഞാൻ പെരുമാറിയിട്ടുണ്ട്. രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോ അതോർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞത് മുഴുവൻ അതേ ആത്മാർത്ഥതയിൽ തന്നെ ഞാൻ എടുക്കുന്നു. എനിക്ക് നിന്നെ എന്റെ പഴയ ഗൗരിയായിട്ട് തന്നെ കാണാൻ കഴിയും. ഏതൊരു സാഹചര്യത്തിലും നീ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകരുത്. അതൊരു ദുസ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കട്ടെ. നിന്റെ വീട്ടുകാരോട് ഞാൻ പറയുന്നുണ്ട്, ഇതേക്കുറിച്ച് നിന്നോട് ഒരു അക്ഷരം പോലും സംസാരിച്ചു പോരുന്നു. നാട്ടുകാരെന്ത് വേണേലും പറഞ്ഞോട്ടെ. ആര് ചോദിച്ചാലും നീ ധൈര്യമായിട്ട് പറഞ്ഞു, നീ ഭരതന്റെ പെണ്ണാണ്. ഇല്ല ഇല്ല, അത് പറയാൻ എനിക്കാവില്ല. ഭരതേട്ടനെ ഞാൻ വഞ്ചിച്ചു. ഇനി ഒരിക്കലും ഭരതേട്ടനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. ഗൗരി, കാലത്തിനെല്ലാം മായ്ക്കുവാനുള്ള ശക്തിയുണ്ട്. കഴിഞ്ഞതൊക്കെ താനേ നീ മറന്നോളൂ. എല്ലാം തുറന്നു പറഞ്ഞിട്ടും എന്റെ ഉള്ളിൽ നിന്നെക്കുറിച്ച് അറപ്പോ വെറുപ്പോ തോന്നിയിട്ടില്ല. ആ ആത്മാർത്ഥത നീ അംഗീകരിക്കണം. ഞാൻ പറയുന്ന അനുസരിക്കണം. മറുത്തൊന്നും പറയരുത്. നീ എന്നെ സ്നേഹിക്കുന്നത് സത്യമാണെങ്കിൽ. സ്നേഹിക്കുന്ന ഒരു പുരുഷൻ നിന്നെ നിയന്ത്രിക്കാനില്ലെങ്കിൽ പഴയ ഓർമ്മകളിലേക്ക് പിന്നെയും നീ തിരിച്ചു പോകും. അതിന് ഞാൻ നിന്നെ അനുവദിക്കില്ല, ഇനി ഒരിക്കലും. പണ്ടങ്ങോ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ഒരു തുളസിമാലയും താലിയും മാത്രം മതി അവർ പറയുന്ന ഏത് അമ്പലത്തിൽ വെച്ച് നിന്നെ ഞാൻ കെട്ടിക്കൊള്ളാവും. അത് ഞാൻ വീണ്ടും പറയും. ഭരതനിൽ ഞാൻ ആദ്യം കണ്ടത് ഒരു ചട്ടമ്പിയെയാണ്. പിന്നെ ഒരു തന്റേടിയെ കണ്ടു. ഇപ്പോ ഒരു മനുഷ്യനെ. കേൾക്കുന്നവർ ചിലപ്പോൾ ഭരതനെ പുച്ഛിച്ചെന്നിരിക്കും. ഏതായാലും അക്കൂട്ടത്തിൽ ഞാൻ പെടില്ല. വലിയ മനസ്സുള്ളവർ വളരെ ചുരുക്കമാണ്. മനസ്സിലായില്ലേ? ഗൗരിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുകയായിരുന്നു ഞാൻ. അതിലും നല്ലൊരു കാര്യം കേട്ടപ്പോ മനസ്സിനൊരു സുഖം. എന്താ ഭായി നല്ല കാര്യം എന്ന് പറഞ്ഞു? പാലക്കാട് ഓൾ ഇന്ത്യ എക്സിബിഷന് നമ്മുടെ കൊട്ടേഷൻ ഉറച്ചെന്ന് കേട്ടു. അതിന്റെ ആളുകളെ കാണാൻ ഇറങ്ങുകയായിരുന്നു. കൂട്ടത്തിൽ റാണിയെ ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കണം. അവൾക്ക് എന്തോ ഒരു പല്ലുവേദന. ഞാനിന്ന് വൈകിട്ട് വനജര വീട് വരെ ഒന്ന് പോകും. ഓടോ, ധൈര്യമായിട്ട് പോ. ചെല്ല്.
എടാ ജെയിംസേ, മരണക്കിണർ കാണാൻ കണ്ടമാനം ആള് കൂടിയിട്ടുണ്ട്. നീ ഒന്ന് വേഗം ചെല്ല്. എനിക്ക് വയ്യ, കാലിന് തീരെ സുഖമില്ല. ഭരതനുമില്ല, നീ ഒന്ന് ചെല്ല് ജെയിംസേ. വയ്യായിട്ടല്ലേ പറഞ്ഞത്? അവനവന്റെ കാലിന് വലുതല്ലോ ജോലി. നിനക്ക് ഈയിടെയായി കാലുവേദന ഇത്തിരി കൂടുന്നുണ്ട്. നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും ഭരതൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ കാല് പിടിക്കുമെന്ന്. നീ പോടാവില്ലേ? മരണക്കിണർ നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. 3-4 വർഷമായി ബൈക്ക് ഓടിച്ചിട്ട് എന്ന് വെച്ച് അണ്ണ മരം കയറുന്ന മറക്കുന്നു. ഒരുത്തനില്ലെങ്കിൽ ഇത് കൊണ്ടു നടത്താൻ എനിക്കറിയാം. വേണ്ട, നിങ്ങൾ ഓടിക്കണ്ട. ഇന്നൊരു ദിവസം മരണക്കിണറില്ലെങ്കിലും കുഴപ്പമൊന്നും വരില്ല. എനിക്ക് വയ്യ ഇവന്റെയൊക്കെ പോസും കണ്ടോണ്ടുന്ന ആളുകൾ ആട്ടുനിപ്പ് കേൾക്കാൻ. വേണ്ട, നിങ്ങൾ ഓടിക്കരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ നിന്റെ പണി നോക്ക്. വേണ്ട, അയ്യോ പോകരുത്. ഞാൻ പറയുന്നത് കേൾക്ക്. ഭരതനല്ല, ഭാര്യ ഓടിക്കുന്നത്. മനസ്സിലായി. രണ്ടുപേരിൽ ഒരാൾ ഇല്ലാതാവണം, എങ്കിലേ നമ്മൾ ജീവനോടെ ഇരിക്കൂ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്താ ലോപം? ഇനി ഇവിടെ കളിയിലെന്നാ പറഞ്ഞത്. അടുത്ത കളി പാലക്കാട്ടാണെന്ന്. റാണി ഇവിടെ ഭായി മരിച്ച ദിവസം ഹോസ്പിറ്റലൈസ് ചെയ്തതാ. ഇതുവരെ ഭേദമായിട്ടില്ലെന്നാ ജെയിംസ് പറഞ്ഞത്. ഇപ്പോഴും നല്ല പനിയുണ്ടെന്ന്. ഏത് ഹോസ്പിറ്റലാ? അതിനോട് പറഞ്ഞില്ല സർ. അതൊന്ന് അന്വേഷിച്ചറിയണം, എന്നിട്ട് എന്നോട് പറയണം. ഞാനും അതാ പറഞ്ഞു വരുന്നത്. കത്ത് കിട്ടിയത് ഭാഗ്യമായി. നിർത്തടാ. ഭർത്താവ് മരിച്ച് 2ാം പക്കം തന്നെ നീ കാമുകന്മാരുടെ എണ്ണം കൂട്ടിയല്ലേടി? ഈ ലോകത്ത് വേറെ ആര് വിശ്വസിച്ചില്ലെങ്കിലും ശരി, ഞാൻ പറയുമ്പടാ നീയാണ് ഭായിയെ കൊന്നൊന്ന്. ഇറങ്ങി പോടാ പുറത്ത്. മിണ്ടല്ലടാ. നിയമം നിന്നെ ഒന്നും ചെയ്യില്ലായിരിക്കും, പക്ഷേ ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിന്റെ അമ്പി എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കൂടാ, നീ നോക്കി വെച്ചോ. കൊള്ള കാഫറെ. ഇവന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. സാരമില്ല, ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഇത്രയും കാലം ഭായി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനൊന്നും ചെയ്യാതിരുന്നത്. ആ റാണിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. പാവം. ജെയിംസ് തന്നെയാണോ ഭായിയെ കൊന്നത്? ഏതായാലും അതൊരു അപകടമരണമല്ല, അതെനിക്ക് ഉറപ്പാ. ആ, ഇനിയിപ്പോ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് പൊടി തട്ടി വെക്കാം അല്ലേ അച്ഛനെ? ഇനി മുച്ചീട്ടും നാടകത്തൊന്നും വേണ്ടടാ, മടുത്തു. മനസ്സിലായി. ഗൗരിക്കാണെങ്കിൽ ഇതൊന്നും പണ്ടേ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ പോടാ,
എനിക്ക് ശരിക്കും മടുത്തിട്ട. ആ ഇനിയിപ്പോ പലതും മടുക്കും. മാങ്ങാ സീസൺ ആണെങ്കിൽ അതും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം. 2 ദിവസം കഴിയട്ടെ, പറയാം. കുറച്ച് കാശ് വേഗം ഉണ്ടാക്കണം. കല്യാണം. ഇനി പലതും തോന്നും. അങ്ങനെ 4 നാളായി എന്റെ ഉള്ളിൽ തീയാണ്. കഥ 4 പേരറിഞ്ഞു പോയാൽ പാടാണ്. വടിചെടി എന്റെ ഉള്ളിൽ തീയാണ്. കഥ 4 പേരറിഞ്ഞു പോയാൽ. തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാ. എന്താ ചേട്ടാ കാര്യം? കാർണിവലിൽ വെച്ച് ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ചത് 1ാമത്തെ ചാർജ്. അടുത്ത ചാർജ് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തു. തക്കതായ കാരണമില്ലാതെ ഇത് സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാടോ? പാടോ പോവാ. ഞാൻ പോയിട്ട് വരാം. ആറ് മാസത്തേക്ക് ശിക്ഷിച്ചു. ഡ്യൂട്ടി സമയത്ത് യൂണിഫോം ഇട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിനായിരുന്നു ശിക്ഷ. ജെയിംസിനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന ആരോപണം കോടതി കണക്കിലെടുത്തില്ല. അതുകൊണ്ടാണ് ശിക്ഷ കുറഞ്ഞത്. വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ജയിലിൽ കാണാൻ ചെന്നാൽ മതിയെന്ന് ആശാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോട്ടെ. ഭരതൻ തീർച്ചയായിട്ടും വരും മോളെ. മോള് വിഷമിക്കണ്ട. കാണാമെന്ന് കരുതി കാത്തിരുന്നു ഇത്രയും നേരം. പാവം. കോടതിയിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വിധി അറിയാൻ വേണ്ടി അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. വിധി അറിഞ്ഞ് വല്ലാതെ വിഷമിച്ചാ ഗൗരി പോയത്. രാത്രിയായപ്പോൾ കുഞ്ഞലക്ഷ്മി അമ്മ ഗൗരി എത്തിയില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ ആളെ അയച്ചിരുന്നു. അറിയാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു നോക്കി. പിന്നെ നേരം വെളുത്തപ്പോൾ കേട്ടത് പറമ്പിന്റെ മൂലയ്ക്കുള്ള മാവിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട ഗൗരിയുടെ ശവത്തെക്കുറിച്ചാ. രാത്രി എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ആത്മഹത്യയാണെന്ന് പോലീസുകാരും അല്ലെന്ന് കുഞ്ഞലക്ഷ്മിയമ്മയും വീട്ടുകാരും ഒരുപോലെ തറപ്പിച്ച് പറയുന്നു. നമ്മളന്ന് സ്റ്റേഷനിൽ വെച്ച് കണ്ടില്ലേ ആ ഡോക്ടർ മോഹൻ? അയാളാ പോസ്റ്റ്മോർട്ടം ചെയ്തത്. ആത്മഹത്യ തന്നെയാണെന്ന് അയാൾ തറപ്പിച്ചാ പറഞ്ഞത്. പോവാ. എന്താടോ അപ്പുണ്ണി, നിങ്ങളുടെ ആശാന്റെ ശിക്ഷയൊക്കെ എന്തായി? 6 മാസം കഴിഞ്ഞല്ലോ. ഇന്ന് ആശാനെ ജയിലിൽ നിന്ന് വിടും. ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിയാ. ഒരു ചായ കുടിച്ചിട്ട് പോകാന്ന് വിചാരിച്ച് കയറിയതാ.
ഗൗരി എങ്ങനെയാ മരിച്ചത്? ആത്മഹത്യയായിരുന്നു. ഇല്ല, അവൾ ആത്മഹത്യ ചെയ്യില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ. നീ പറയില്ലല്ലേടാ. സിദ്ധു, ഒഴുക്കി പറ്റോളൂ. വേണ്ട വേണ്ട. പറയടാ, സത്യം പറഞ്ഞില്ലെങ്കിൽ നീ വെന്ത് ചാമ്പലാവും. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ പറയാം, ഞാൻ സത്യം പറയാം. പറ. അന്ന് ഗൗരി മരിച്ചതിന്റെ തലേ ദിവസം അന്ന് നീ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് പലതവണ നിന്നെ ഞാൻ ട്രൈ ചെയ്തു. അപ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറി. നിന്നെ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നീ വഴങ്ങിയില്ല. ഇന്ന് നീ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. 1 രൂപ മുതൽ മേൽപോട്ട് ആര് തന്നാലും തുണി ഉരിയുന്ന നിനക്ക് എന്നോട് മാത്രം ഒരു പാതിവൃത്യം അല്ലടി? തൊട്ടാൽ നീ എന്ത് ചെയ്യടി? ഇനി മിണ്ടരുത്, മിണ്ടരുതെന്നാ പറഞ്ഞത്. അത് ആത്മഹത്യയാക്കി മാറ്റാൻ വേണ്ടി ജെയിംസിന്റെ സഹായത്തോടെ അന്ന് രാത്രി തന്നെ ഗൗരിയുടെ വീട്ടിലെ പറമ്പിൽ ഒരു മാവിൽ കെട്ടിത്തൂക്കി. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഞാൻ അത് ആത്മഹത്യ തന്നെയാണെന്ന് റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴാ എസ് ഐ എവിടെയുണ്ട്? ജെയിംസുമായി ചേർന്ന് കാർണിവൽ നടത്തുകയാണ്. കാർണിവൽ? അതെ, സിറിയക്കിനെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഡിസ്മിസ് ചെയ്തു. അവരിപ്പോ എവിടെയുണ്ട്? സിദ്ധു, എണീക്കടാ, എടുക്കടാ വണ്ടി, എടുക്കോ. ഓടിക്കടാ, ഓടിക്ക.
എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അനാഥയാക്കരുത് ഭരതേട്ട. ആരോരുമില്ലാത്ത എന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് ഏറെ ഒന്നും പ്രതീക്ഷിക്കാനില്ല. പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ഉറപ്പായപ്പോൾ ഞാൻ കീഴടങ്ങി. ഈ മനുഷ്യൻ ഇന്ന് എന്റെ ഭർത്താവാണ്. റാണി ഭരതേട്ടാ, Ah.